Hey CA students, looking for free auditing classes in Malayalam? Looking for summarized auditing notes? Ready to attend free audit MCQ quizzes? And to attend weekly descriptive examination? Do you want all this for free? Join our Telegram channel now. ഓക്കെ, അപ്പോൾ CA ഫൈനൽ ഓഡിറ്റിങ്ങിൻ്റെ ചാപ്റ്റർ 9 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ചാപ്റ്റർ 9 റിലേറ്റഡ് സർവീസ്. നമ്മൾ ഒരു ഓഡിറ്റർ ഓഡിറ്റ് മാത്രമല്ല ചെയ്യുക, റിലേറ്റഡ് സർവീസും ഓഡിറ്റർ ചെയ്യും. ഓഡിറ്റ് മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ ഓഡിറ്റർ റിലേറ്റഡ് സർവീസസും ഓഡിറ്റർ കണ്ടക്ട് ചെയ്യും. സോ ഈ ഒരു ടോപ്പിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ചാപ്റ്റർ 9 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ചാപ്റ്റർ 9 നമുക്ക് പഠിക്കാനുള്ളത് 2 സ്റ്റാൻഡേർഡ്സ് ആണ്. ഈ ഒരു സ്റ്റാൻഡേർഡ് എന്ന് വെച്ചാൽ നമ്മൾ നോർമലി നമ്മൾ സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ് എന്നാണ് നമ്മൾ നോർമലി പറയുക. ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ റിലേറ്റഡ് സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഈ സ്റ്റാൻഡേർഡിൻ്റെ ഫുൾ ഫോം ആണ് സ്റ്റാൻഡേർഡ്സ് ഓൺ റിലേറ്റഡ് സർവീസ്. സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ് അല്ല, സ്റ്റാൻഡേർഡ്സ് ഓൺ റിലേറ്റഡ് സർവീസ്. അതുമാതിരി തന്നെ നമ്മൾ SAs എങ്ങനെയാണ്, SAs 100s നമ്മൾ പറയുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ 200 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 200 മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ 100s പറഞ്ഞത്, നമ്മൾ SAs പറഞ്ഞത്. SRS നമ്മൾ 1000s പറയുന്നത്. ഓക്കെ, 4000 ആണ് പറഞ്ഞത്. അപ്പോൾ അതിൽ 2 സ്റ്റാൻഡേർഡ്സ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് വെച്ചാൽ SRS 4400 രണ്ടത് SRS 4410 ആണ് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് ഈ ചാപ്റ്റർ 9. ഈ 2 സ്റ്റാൻഡേർഡ്സ് ആണ് പഠിക്കാനുള്ളൂ. സോ 4400 എന്ന് വെച്ചാൽ എൻഗേജ്മെൻറ്റ് ടു അഗ്രീഡ് അപ്പോൺ പ്രൊസീജിയേഴ്സിനെ കുറിച്ചിട്ടും മറ്റേന്ന് വെച്ചാൽ കമ്പൈലേഷൻ എൻഗേജ്മെൻറ്റ്സ്. ഈ 2 ടോപ്പിക്കാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാപ്റ്ററിൻ്റെ ഇൻട്രഡക്ഷൻ നോക്കാം. ചാർട്ടേഡ് അക്കൗണ്ട്സ് പ്രൊവൈഡ് വേരിയസ് സർവീസസ് ബിയോണ്ട് ഓഡിറ്റിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഓഡിറ്റിങ്ങിന് പുറമേ മറ്റ് പല സർവീസുകളും CA കൊടുക്കുന്നുണ്ട്. ടു സ്റ്റാൻഡർഡൈസ് ദ പ്രൊസീജിയേഴ്സ് ഫോർ സച്ച് സർവീസസ്. ആ സർവീസസ് ഒരു സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓഡിറ്റിംഗ് ആൻഡ് ഓഡിറ്റിംഗ് അഷുറൻസ് ബോർഡ് ASAB ഓഫ് ICA എന്ത് ചെയ്തിട്ടുണ്ട്, റിലേറ്റഡ് സ്റ്റാൻഡേർഡ്സ് ഓൺ റിലേറ്റഡ് സർവീസ് അവർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. സോ ഈ ഓഡിറ്റർ ഓഡിറ്റിംഗ് അല്ലാതെ പ്രൊവൈഡ് ചെയ്യുന്ന മറ്റ് സർവീസുകൾക്ക് ഒരു സ്റ്റാൻഡർഡൈസേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഓഡിറ്റിംഗ് ആൻഡ് അഷുറൻസ് സ്റ്റാൻഡേർഡ് ബോർഡ് എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റാൻഡേർഡ്സ് ഓൺ റിലേറ്റഡ് സർവീസസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ഇനി നോക്കാനുള്ള വെച്ചാൽ ഇഷ്യൂഡ് സ്റ്റാൻഡേർഡ്സ് ഓൺ റിലേറ്റഡ് സർവീസ്. അപ്പോൾ റിലേറ്റഡ് സർവീസിന് വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണ് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു. 2 സ്റ്റാൻഡേർഡ്സ് ആണുള്ളത് മെയിനായിട്ട്. ദ ഫോളോയിങ് 2 സ്റ്റാൻഡേർഡ്സ് ഹാവ് ഇഷ്യൂഡ് അണ്ടർ ദ സ്റ്റാൻഡേർഡ്സ് ഓൺ റിലേറ്റഡ് സർവീസ്. ഒന്ന് വെച്ചാൽ SRS 4400 പിന്നെ SRS 4410 ആണ് ഉള്ളത്. അപ്പോൾ ഒന്ന് അഗ്രീഡ് അപ്പോൺ പ്രൊസീജിയറും മറ്റേത് കമ്പൈലേഷൻ എൻഗേജ്മെൻ്റ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുന്നില്ല ഈ ചാപ്റ്ററിൽ. ദെൻ വാട്ട് ആർ റിലേറ്റഡ് സർവീസ്? എന്താണ് റിലേറ്റഡ് സർവീസ്? അഷുറൻസ് എൻഗേജ്മെൻറ്റ് മീൻസ് എൻഗേജ്മെൻറ്റ് വെർ practitioner provides a conclusion that enhances the confidence of intended users about the evaluation or measurement of subject matter. അപ്പോൾ ഒരു അഷുറൻസ് എൻഗേജ്മെൻറ്റ് എന്ന് വെച്ചാൽ ഒരു പ്രാക്ടീഷണർ എന്ന് വെച്ചാൽ ഒരു ഓഡിറ്ററോ അല്ലെങ്കിൽ പ്രാക്ടീഷണറോ ആരാണോ ആ വർക്ക് ചെയ്യുന്നത്, അഷുറൻസ് എൻഗേജ്മെൻറ്റ് ആരാണോ ചെയ്യുന്നത് അയാളാണ് പ്രാക്ടീഷണർ വിളിക്കുന്നത്. അപ്പോൾ അയാൾ എന്താ ചെയ്യുന്നത്, അയാളൊരു കൺക്ലൂഷനാണ് പ്രൊവൈഡ് ചെയ്യും. പക്ഷേ ആ കൺക്ലൂഷൻ എന്ത് ചെയ്യും, ഇൻറ്റൻറ്റഡ് യൂസേഴ്സിൻ്റെ കോൺഫിഡൻസ് എന്ന് വെച്ചാൽ ഒരു ഡാറ്റ ഉണ്ടാവും, ഒരു സബ്ജക്റ്റ് മാറ്റർ ഉണ്ടാവും. നമ്മളൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുക, ഒരു FS എടുക്കുക. സോ ഒരു FSനെ കുറിച്ചിട്ട് ഇവരെന്ത് ചെയ്യും, പ്രാക്ടീഷണർ ഒരു കൺക്ലൂഷൻ പ്രൊവൈഡ് ചെയ്യും. ഈ ഒരു കൺക്ലൂഷൻ ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലുള്ള ഇൻറ്റൻറ്റഡ് യൂസേഴ്സിൻ്റെ കോൺഫിഡൻസ് എൻഹാൻസ് ചെയ്യും. സോ അതാണ് ഒരു അഷുറൻസ് എൻഗേജ്മെൻറ്റ്. ഇൻ സിമ്പിൾ ടേംസ്, അഷുറൻസ് എൻഗേജ്മെൻറ്റ് ഇൻവോൾവ് ഗിവിങ് ആൻ ഒപ്പീനിയൻ ഓൺ ദ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ സോ ദാറ്റ് ദ യൂസേഴ്സ് ക്യാൻ റിലൈ ഓൺ ഇറ്റ്സ് ആക്യുറസി ഫോർ ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി യൂസേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു
ഒപ്പീനിയൻ ഓഡിറ്റർ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രാക്ടീഷണർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഒപ്പീനിയൻ എന്താണ് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് നോർമലി ഇപ്പോൾ നമ്മളുടെ ഇൻ്ററിലായാലും നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ 8 ചാപ്റ്റർ വരെ നമ്മൾ നോക്കി. അപ്പോൾ 8 ചാപ്റ്റർ നമ്മൾ നോക്കിയിട്ടുള്ള കാര്യം എന്താണ്? ഇങ്ങനെയുള്ളൊരു അഷ്വറൻസ് എൻഗേജ്മെൻ്റ് ആണ് നമ്മൾ നോക്കിയത്. കാരണം നമ്മൾ ഒരു ഓഡിറ്റ് പ്രാക്ടീസ് ചെയ്യും, ഓഡിറ്റ് പ്ലാൻ ചെയ്യും, പെർഫോം ചെയ്യും, എന്നിട്ട് നമ്മൾ ഒരു കൺക്ലൂഷൻ ഡ്രോ ചെയ്തിട്ട് അത് റിപ്പോർട്ട് ചെയ്യും. സ്റ്റാൻഡേർഡ്സ് SA 700 പ്രകാരം റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് പ്രകാരം നമ്മൾ എന്ത് ചെയ്യും? അഷ്വറൻസ് എൻഗേജ്മെൻറ്റ് ചെയ്യും. ഇനി ഇതല്ല, നമ്മൾ എന്താണ് നോക്കുന്നത്? ഇവിടെ എന്താണ് റിലേറ്റഡ് സർവീസ്? അതാണ് നമ്മളുടെ ചോദ്യം. നമ്മൾ ജസ്റ്റ് എന്താണ് അഷ്വറൻസ് എൻഗേജ്മെൻറ്റ് എന്താണെന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞു. എന്താണ് അത് അഷ്വറൻസ് എൻഗേജ്മെൻറ്റ്? അതൊരു ഒപ്പീനിയൻ. പ്രാക്ടീഷണർ എന്ത് ചെയ്യും? ഒരു കൺക്ലൂഷൻ ചെയ്തിട്ട് അതെന്താണ് ഇൻ്റർനെറ്റ് യൂസേഴ്സിൻ്റെ കോൺഫിഡൻസ് കൂട്ടും. ഇനി റിലേറ്റഡ് സർവീസ് എന്താണ്? അതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. നോൺ അഷ്വറൻസ് എൻഗേജ്മെൻറ്റ് അതർവൈസ് റിലേറ്റഡ് സർവീസ് അതെന്താണ്? നോട്ട് ഓൾ എൻഗേജ്മെൻറ്റ് പെർഫോംഡ് ബൈ ചാർട്ടേഡ് അക്കൗണ്ട്സ് ആർ അഷ്വറൻസ് എൻഗേജ്മെൻറ്റ്. അപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ട്സ് പെർഫോം ചെയ്യുന്ന എല്ലാ പ്രൊസീജിയേഴ്സും അല്ലെങ്കിൽ എല്ലാ വർക്കും എന്താണ്? അഷ്വറൻസ് എൻഗേജ്മെൻ്റ് അല്ല. സം കോമൺലി പെർഫോംഡ് എൻഗേജ്മെൻറ്റ്സ് ദാറ്റ് ഡു നോട്ട് പ്രൊവൈഡ് അഷ്വറൻസ്. അപ്പോൾ ഒരു അഷ്വറൻസ് പ്രൊവൈഡ് ചെയ്യാത്ത കുറച്ച് എൻഗേജ്മെൻറ്റ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇൻക്ലൂഡ് ടാക്സ് റിട്ടേൺ പ്രിപ്പറേഷൻ. ടാക്സ് റിട്ടേൺ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഒരു അഷ്വറൻസ് എൻഗേജ്മെൻ്റ് അല്ല, അത് റിലേറ്റഡ് സർവീസാണ്. ഇഫ് എ CA പ്രിപ്പയർസ് ടാക്സ് റിട്ടേൺ വിത്തൗട്ട് എക്സ്പ്രസിങ് എൻ ഒപ്പീനിയൻ. ഒരു ടാക്സ് റിട്ടേൺ ആണ് CA പ്രിപ്പയർ ചെയ്യുന്നത്, ഒരു ഒപ്പീനിയൻ അല്ല. ഓൺ ഇറ്റ്സ് ആക്യുറസി ഇറ്റ് ഇസ് നോട്ട് എൻ അഷ്വറൻസ് എൻഗേജ്മെൻറ്റ്. ദെൻ കൺസൾട്ടിങ് ഓർ അഡ്വൈസറി സർവീസ്. നമ്മളെന്താണ് ഒരു CA-കാരനെ നമ്മൾ സമീപിക്കും. നമുക്കൊരു സംശയം ഉണ്ടെങ്കിൽ നമ്മളത് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഒരു CA-കാരനെ സമീപിക്കും. സോ ഒരു കൺസൾട്ടിങ് ഓർ അഡ്വൈസറി സർവീസസ്. സോ മാനേജ്മെൻറ്റ് ആൻഡ് ടാക്സ് കൺസൾട്ടിങ് എൻഗേജ്മെൻറ്റ് ഡു നോട്ട് ഫോൾ അണ്ടർ അഷ്വറൻസ് എൻഗേജ്മെൻറ്റ്, അഷ്വറൻസ് സർവീസ്. അപ്പോൾ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ടാക്സ് കൺസൾട്ടിംഗ് ഒന്നും എന്തല്ല, ഒരു അഷ്വറൻസ് സർവീസ് അല്ല. ദെൻ എൻഗേജ്മെൻറ്റ്സ് അണ്ടർ സ്റ്റാൻഡേർഡ്സ് ഓൺ റിലേറ്റഡ് സർവീസസ്. സർവീസസ് ലൈക്ക് അഗ്രീഡ് അപ്പോൺ പ്രൊസീജിയേഴ്സ് ആൻഡ് കമ്പൈലേഷൻ എൻഗേജ്മെൻറ്റ്സ് ആർ ഓൾസോ കൺസിഡേർഡ് റിലേറ്റഡ് സർവീസ്. അപ്പോൾ നമ്മൾ SAS അല്ല, നമ്മളുടെ SRS സ്റ്റാൻഡേർഡ്സ് ഓൺ റിലേറ്റഡ് സർവീസ്. ഇത് പ്രകാരം 2 സ്റ്റാൻഡേർഡ്സ് നമ്മൾ പറഞ്ഞു. ഒന്ന് 4400 പിന്നൊന്ന് 4410. ഈ 2 സർവീസ് ഒന്നിൽ പറയുന്നതാണ് അഗ്രീഡ് അപ്പോൺ പ്രൊസീജിയേഴ്സിനെ കുറിച്ചിട്ടാണ് ഒന്നിൽ പറയുന്നത്. മറ്റേതിൽ എന്താണ്? കമ്പൈലേഷൻ എൻഗേജ്മെൻ്റ് ആണ് പറയുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങളും അഗ്രീഡ് അപ്പോൺ പ്രൊസീജിയറും അതേമാതിരി തന്നെ കമ്പൈലേഷൻ എൻഗേജ്മെൻറ്റും ഇത് രണ്ടും എന്താണ്? അതും റിലേറ്റഡ് സർവീസാണ്. ഓക്കെ, സോ അതാണ് റിലേറ്റഡ് സർവീസ്. നമ്മളൊരു ഒപ്പീനിയൻ അല്ല കൊടുക്കുന്നത്, മറിച്ച് നമ്മൾ മറ്റൊരു സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആർക്ക്? നമ്മുടെ ക്ലയൻറ്റിന്, ഇൻ്റർനെറ്റ് യൂസേഴ്സിന്. ദെൻ വാട്ട് ആർ അഗ്രീഡ് അപ്പോൺ പ്രൊസീജിയർ. അപ്പോൾ നമ്മൾ SA അല്ല, നോർമലി വന്നു പോകുന്നതാണ്. SRS 4400 പറയുന്ന അഗ്രീഡ് അപ്പോൺ പ്രൊസീജിയർ അതെന്താണ്? അതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. In an agreed upon procedure engagement, the auditor hired to perform specific procedures on selected financial information and report factual findings. The auditor does not give an opinion or assurance on the information. അപ്പോൾ ഒരു അഗ്രീഡ് അപ്പോൺ പ്രൊസീജിയറിൽ എന്ത് ചെയ്യും? ഓഡിറ്ററിനെ ഹയർ ചെയ്യും, അവരെ അപ്പോയിൻ്റ് ചെയ്യും, ഓഡിറ്ററിനെ അപ്പോയിൻ്റ് ചെയ്യും. എന്നിട്ട് പറയും സ്പെസിഫിക് പ്രൊസീജിയർ പെർഫോം ചെയ്യാൻ. എന്തിൻ്റെ മുകളിൽ? ഒരു സെലക്റ്റഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. ഒരു ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഉണ്ട്, ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ അബൌട്ട് ഇൻവെൻട്രി എന്ന് വെക്കുക. ജസ്റ്റ് പോലെ ഇൻവെൻട്രീൻ്റെ ഒരു ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. ഓക്കെ, ഈ ഇൻവെൻട്രീൻ്റെ മുകളിൽ എന്ത് ചെയ്യാൻ പറയാണ്? ചില പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്തിട്ട് റിപ്പോർട്ട് ഉണ്ടാക്കാൻ പറയാണ്. ഓക്കെ ആണല്ലോ, റിപ്പോർട്ട് ഉണ്ടാക്കാൻ പറയാണ്. സോ നമ്മളൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലെ ഒരു ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഓഡിറ്റർ എന്താണ്? വെരിഫൈ ചെയ്തിട്ട് അതിനൊരു റിപ്പോർട്ട് കൊടുക്കുകയാണ് ഓഡിറ്റർ. ഈ റിപ്പോർട്ടിൽ ഓഡിറ്റർ ഒപ്പീനിയനാണ് കൊടുക്കുന്നതെങ്കിൽ ഒപ്പീനിയനാണ് കൊടുക്കുന്നതെങ്കിൽ അതെന്താണ്? അത് അഷ്വറൻസ് എൻഗേജ്മെൻ്റ് അല്ലേ? അഷ്വറൻസ് എൻഗേജ്മെൻ്റ് ആണ്. അതേമാതിരി തന്നെ അത് ഏത് സ്റ്റാൻഡേർഡ് പ്രകാരമാണ് നമ്മൾ ചെയ്യുക? നമ്മൾ ചാപ്റ്റർ 8 നോക്കിയിട്ടുണ്ടായിരുന്നു. ഏത് സ്റ്റാൻഡേർഡ് പ്രകാരമാണ് ചെയ്യുക? നമ്മൾ SA 805 പ്രകാരമാണ് നമ്മൾ ചെയ്യുക. സ്പെഷ്യൽ കൺസിഡറേഷൻ ഫോർ സിംഗിൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓർ സ്പെസിഫിക് എലമെൻറ്റ്സ്. അങ്ങനത്തെ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ ചാപ്റ്റർ 8 നോക്കിയിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ചാപ്റ്റർ രണ്ടാമത്തെ സ്റ്റാൻഡേർഡ്. ആകെ 3 സ്റ്റാൻഡേർഡ് നമ്മൾ നോക്കുന്നത്. സോ അതിൽ രണ്ടാമത്തെ സ്റ്റാൻഡേർഡ് പ്രകാരമാണ് നമ്മൾ ഒരു ഒപ്പീനിയൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുക.
പക്ഷേ നമ്മളെന്താണ്, നമ്മളൊരു ഒപ്പീനിയൻ അല്ല, നമ്മളൊരു അഷുറൻസ് സർവീസ് അല്ല കൊടുക്കുക, അഷുറൻസ് എൻഗേജ്മെൻറ്റ് അല്ല ചെയ്യുന്നത്. നമ്മളെന്താ ചെയ്യുന്നത്, നമ്മളൊരു ഫാക്റ്റ്, റിപ്പോർട്ട് ഓൺ ഫാക്ച്വൽ ഫൈൻഡിങ്സ്, നമ്മളൊരു ഫാക്റ്റ്, നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടൊരു ഫാക്റ്റാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ ഒരു സാധനം ഇങ്ങനെയാണ്, അല്ലാതെ ഒപ്പീനിയൻ അല്ല. സോ അങ്ങനത്തെ ഒരു ഫാക്ച്വൽ ഫൈൻഡിങ്സ് ആണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ, ഫാക്ച്വൽ ഫൈൻഡിങ്സ് ആണെങ്കിൽ അതെന്താണ്, അത് SA 805 അല്ല, അത് ഏതിലാണ് വരിക, SRS 4400 വരിക. ഓക്കെ, മനസ്സിലായല്ലോ. സോ അതാണെന്ത്, അഗ്രീഡ് അപ്പോൺ പ്രൊസീജിയർ. നമ്മളൊരു ഫിനാൻഷ്യൽ ഇൻഫോർമേഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ നോക്കുന്നത്. അത് നമ്മൾ എന്താണ്, ഒരു സ്പെസിഫിക് പ്രൊസീജിയർ നമ്മൾ പെർഫോം ചെയ്യും, എന്നിട്ട് ഒരു റിപ്പോർട്ട് കൊടുക്കും. പക്ഷേ ഒപ്പീനിയൻ അല്ല കൊടുക്കുക റിപ്പോർട്ടിൽ, നമ്മളെന്താണ് ഫാക്ച്വൽ ഫൈൻഡിങ്സ് ആണ് ആ റിപ്പോർട്ടിൽ കൊടുക്കുക. ദ ഓഡിറ്റർ ഡസ് നോട്ട് ഗിവ് എൻ ഒപ്പീനിയൻ അല്ല കൊടുക്കുക, ഓർ അഷുറൻസ് ഓഫ് ദ ഇൻഫർമേഷൻ, ആ ഇൻഫർമേഷനെ കുറിച്ചുള്ള അഷുറൻസും അല്ല കൊടുക്കുക. എക്സാമ്പിൾ, എ കമ്പനി മേ ആസ്ക് CA ടു ചെക്ക് ഇറ്റ്സ് അക്കൗണ്ട്സ് പേയബിൾ ആൻഡ് അക്കൗണ്ട്സ് റിസീവബിൾ, അക്കൗണ്ട്സ് പേയബിളും അക്കൗണ്ട്സ് റിസീവബിളും ചെക്ക് ചെയ്യാൻ പറഞ്ഞു, ആൻഡ് റിപ്പോർട്ട് ഫാക്ച്വൽ ഡീറ്റെയിൽസ് വിത്തൗട്ട് പ്രൊവൈഡിങ് എൻ ഒപ്പീനിയൻ വേണ്ട, നിങ്ങളുടെ അതിനെക്കുറിച്ചൊരു ഒപ്പീനിയൻ പറയേണ്ട ആവശ്യമില്ല, അതൊന്നും വെരിഫൈ ചെയ്തിട്ട് അതിൻ്റെ ഫാക്ച്വൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ്, എത്ര ആൾക്കാർക്കാണ് നമ്മൾ എത്ര ഡെറ്റേഴ്സ് ആണുള്ളത്, എത്ര ക്രെഡിറ്റേഴ്സ് ആണുള്ളത്, സോ അങ്ങനെയുള്ളൊരു ഫാക്റ്റ്, അതിൻ്റെ ഡീറ്റെയിൽസ് ഓഡിറ്റർ പ്രൊവൈഡ് ചെയ്യുക. ഒരു ഇൻറ്റേർണൽ ഓഡിറ്റർ ചെയ്യുന്ന വർക്ക് തന്നെ, ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഇൻറ്റേർണൽ ഓഡിറ്റർ ചെയ്യുന്ന വർക്ക് തന്നെയാണ് ഇവിടെ പറയുന്നത്. ദെൻ സ്കോപ്പ് ഓഫ് അഗ്രീഡ് അപ്പോൺ പ്രൊസീജിയർ. അഗ്രീഡ് അപ്പോൺ പ്രൊസീജിയർ എൻഗേജ്മെൻറ്റ് മേ ഇൻവോൾവ് പ്രൊസീജിയേഴ്സ് ഓൺ ഇൻഡിവിജ്വൽ ഫിനാൻഷ്യൽ ഡാറ്റ ഐറ്റംസ് സച്ച് ആസ് പർച്ചേസ് ഫ്രം റിലേറ്റഡ് പാർട്ടീസ് ഓർ സെയിൽ ഓഫ് പെർട്ടിക്കുലർ സെഗ്മെൻറ്റ്. അപ്പോൾ എന്താണ്, ഒരു ഇൻഡിവിജ്വൽ ഫിനാൻഷ്യൽ ഡാറ്റ എന്താണ് ആവാം, ഒരു അഗ്രീഡ് അപ്പോൺ പ്രൊസീജിയർ വെച്ചാൽ ഒരു ഇൻഡിവിജ്വൽ ഫിനാൻഷ്യൽ ഡാറ്റേൻ്റെ മുകളിലാവാം, ലൈക്ക് ഒരു പർച്ചേസ്, റിലേറ്റഡ് പാർട്ടിൻ്റെ അടുത്ത് നമ്മൾ പർച്ചേസ് ചെയ്തതോ, അല്ലെങ്കിൽ സെയിൽസ് ഓൺ എ പെർട്ടിക്കുലർ സെഗ്മെൻറ്റ്, അല്ലെങ്കിൽ എന്താണ് സിംഗിൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ഒരു ബാലൻസ് ഷീറ്റോ P&L അങ്ങനെ ഒരു സിംഗിൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, മൊത്തം കംപ്ലീറ്റ് സെറ്റല്ല, ഒരു സിംഗിൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മുകളിലാവാം. അല്ലെങ്കിൽ എന്താണ് മൊത്തം കംപ്ലീറ്റ് സെറ്റ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ബാലൻസ് ഷീറ്റ് എടുത്തു, നമ്മൾ ചാപ്റ്റർ 8 നമ്മൾ പറയുന്നുണ്ട് എന്താണ് സിംഗിൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, എന്താണ് കംപ്ലീറ്റ് സെറ്റ്, നമ്മൾ ചാപ്റ്റർ 8 നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ടോപ്പിക്കാണ്. ബാലൻസ് ഷീറ്റ് ഉണ്ട്, P&L ഉണ്ട്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെന്ന് വെക്കുക. സോ പിന്നെ നോട്ട്സ് ടു അക്കൗണ്ട്സും സോ ഇത്രയും കാര്യങ്ങളുണ്ട്. ഇത്രയും കാര്യത്തിൽ ഇത് മൊത്തമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. നമ്മൾ മൊത്തമായിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ പ്രസൻറ്റ് ചെയ്യുക, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് ബാലൻസ് ഷീറ്റും P&L ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഒരുമിച്ചാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് ഒരുമിച്ചാണ് നമ്മൾ കീപ്പ് ചെയ്യുക. സോ അങ്ങനെ ഈ മൊത്തം സാധനം നമ്മൾ വെരിഫൈ ചെയ്യുകയാണെങ്കിൽ ഓഡിറ്റർ എന്താണ്, അതിൻ്റെ മുകളിലൊരു അഗ്രീഡ് അപ്പോൺ പ്രൊസീജിയർ നടത്തുകയാണെങ്കിൽ, അങ്ങനത്തെ ഒരു എൻഗേജ്മെൻറ്റ് ആണെങ്കിൽ അതെന്താണ്, അത് കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് മുകളിലായിരിക്കും. ഓക്കെ, ഇനി ഓഡിറ്റർ ആകെ എന്തേ ചെക്ക് ചെയ്യുന്നുള്ളൂ, ഒന്നെങ്കിൽ ബാലൻസ് ഷീറ്റ് മാത്രം, അല്ലെങ്കിൽ P&L മാത്രം, അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ മാത്രം, ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രം എന്ന് വെച്ചാൽ മൊത്തം ചെയ്യുന്നില്ല, ഏതെങ്കിലും ഒന്ന് മാത്രമാണെങ്കിൽ അതാണ് സിംഗിൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഇനി ബാലൻസ് ഷീറ്റിലെ എന്താണ്, ബാലൻസ് ഷീറ്റിലെ അസെറ്റ് മാത്രമാണ് ഓഡിറ്റർ ചെക്ക് ചെയ്യുന്നുള്ളൂ, ബാലൻസ് ഷീറ്റ് മൊത്തം ചെക്ക് ചെയ്യുന്നില്ല, ബാക്കിയുള്ള അതിലെ ലയബിലിറ്റിയും ക്രെഡിറ്റേഴ്സും ഒന്നും ചെക്ക് ചെയ്യുന്നില്ല, ആ അസെറ്റ് മാത്രമാണ് ചെക്ക് ചെയ്യുന്നതെങ്കിൽ അതെന്താണ്, അതൊരു ഇൻഡിവിജ്വൽ ഫിനാൻഷ്യൽ ഡാറ്റയാണ്. സോ ഇങ്ങനെ 3 രീതിയിൽ എന്ന് വെച്ചാൽ ഏറ്റവും ചെറിയ ഒരു ഫിനാൻഷ്യൽ ഡാറ്റയോ, അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, സിംഗിൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റോ, അല്ലെങ്കിൽ മൊത്തം ആയിട്ടോ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു അഗ്രീഡ് അപ്പോൺ പ്രൊസീജിയർ പെർഫോം ചെയ്യാൻ പറ്റും. ഇമ്പോർട്ടൻറ്റ് നോട്ട്, എ പേഴ്സൺ പെർഫോമിംഗ് റിലേറ്റഡ് സർവീസ് ഡസ് നോട്ട് ഹാവ് ടു ബി ദ ഓഡിറ്റർ ഓഫ് ദ എൻറ്റിറ്റീസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ റിലേറ്റഡ് സർവീസ് പെർഫോം ചെയ്യുന്നൊരു ഓഡിറ്റർ എന്താവണമെന്നില്ല, ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആ ഒരു എൻറ്റിറ്റീൻ്റെ ഓഡിറ്റർ ആവണമെന്ന് നിർബന്ധമില്ല. ഒരു CA കാരൻ റിലേറ്റഡ് സർവീസ് പ്രൊവൈഡ് ചെയ്യാണ്, ആ CA കാരൻ എന്താണ്, ആ ഒരു എൻറ്റിറ്റീൻ്റെ ഓഡിറ്റർ ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് നോക്കാം, SRS 4400. സോ SRS 4400 എൻഗേജ്മെൻറ്റ് ടു പെർഫോം അഗ്രീഡ് അപ്പോൺ പ്രൊസീജിയർ. അഗ്രീഡ് അപ്പോൺ പ്രൊസീജിയർ എന്താ നമ്മൾ മനസ്സിലാക്കി, ഒരു ഫാക്ച്വൽ റിപ്പോർട്ട് കൊടുക്കുക, ഒരു ഫൈൻഡിങ്സ് കൊടുക്കുക റിഗാർഡിംഗ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. സോ SRS 4400 provides guidelines for auditors' responsibilities when performing agreed upon procedures on financial information. അപ്പോൾ ഈ ഒരു അഗ്രീഡ് അപ്പോൺ പ്രൊസീജിയർ പെർഫോം ചെയ്യുമ്പോൾ ഉള്ള ഒരു ഗൈഡൻസ് ആണ് എന്ത് SRS 4400 പ്രൊവൈഡ് ചെയ്യുന്നത്. ഇറ്റ് ഓൾസോ ഡിഫൈൻസ് ദ ഫോർമാറ്റ് ആൻഡ് കണ്ടന്റ് ഓഫ് ദ റിപ്പോർട്ട് ഇഷ്യൂഡ് ഫോർ സച്ച് എൻഗേജ്മെൻറ്റ്. ആ ഈ ഒരു എൻഗേജ്മെൻറ്റ് നമ്മൾ ഇഷ്യൂ ചെയ്യേണ്ട ഫോർമാറ്റും കണ്ടൻറ്റും എന്താണ് ഈ ഒരു സ്റ്റാൻഡേർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കതും പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് SRS 4400ൻ്റെ ഒബ്ജക്റ്റീവ്?
The main goal of agreed upon procedure engagement is for the auditor to perform സ്പെസിഫിക് ഓഡിറ്റ് ലൈക്ക് പ്രൊസീജിയർ. ഓഡിറ്റ് പോലുള്ള പ്രൊസീജിയേഴ്സ് എന്താണ് ഓഡിറ്റർ പെർഫോം ചെയ്യുക. ഓഡിറ്റ് ലൈക്ക് പ്രൊസീജിയറാണ്, ഈ വേർഡ് മറക്കരുത്. SRS ആണെങ്കിൽ എന്താണ് ഓഡിറ്റ് ലൈക്ക് പ്രൊസീജിയറാണ് പെർഫോം ചെയ്യുന്നത് ആര്, ഓഡിറ്റർ. ആസ് അഗ്രീഡ് അപ്പോൺ വിത്ത് ദ ക്ലയൻറ്റ് ആൻഡ് തേർഡ് പാർട്ടീസ്. ക്ലയൻറ്റ് അടുത്തോ തേർഡ് പാർട്ടീസിൻ്റെ അടുത്ത് നമ്മൾ അഗ്രി ചെയ്ത മാതിരി ഒരു ഓഡിറ്റ് ലൈക്ക് പ്രൊസീജിയറാണ് പെർഫോം ചെയ്യുക. ആൻഡ് റിപ്പോർട്ട് ഫാക്ച്വൽ ഫൈൻഡിങ്സ്. ഈ കാര്യം എന്താണ് കീ വേർഡാണ്, മറക്കരുത്. ഫാക്ച്വൽ ഫൈൻഡിങ്സ് വിത്തൗട്ട് പ്രൊവൈഡിങ് ഒപ്പീനിയൻ കൊടുക്കാണ്ട് ഒരു ഫാക്ച്വൽ ഫൈൻഡിങ്സ് ആണ് കൊടുക്കുക. അതാണെന്ത് SRS 4400 ഒബ്ജക്റ്റീവ്. Then related services. In an agreed upon engagement, the auditor does not provide assurance. Assurance അല്ല പ്രൊവൈഡ് ചെയ്യുക, എന്താണ് നമ്മൾ പറഞ്ഞു ഒപ്പീനിയൻ കൊടുക്കില്ല, ഒരു ഫാക്ച്വൽ ഫൈൻഡിങ്സേ കൊടുക്കുള്ളൂ. Instead, the auditor presents factual findings based on the agreed procedures. Users of the report assess these findings on their own and draw their own conclusion. അപ്പോൾ ഈ ഒരു ഫൈൻഡിങ്സ് എന്താണ് ഈ ഒരു ഫാക്ച്വൽ ഫൈൻഡിങ്സ് നമ്മൾ റിപ്പോർട്ടിൽ കൊടുക്കുന്ന ഈ ഫാക്ച്വൽ ഫൈൻഡിങ്സ് എന്താണ്, യൂസേഴ്സ് അത് അസസ് ചെയ്തിട്ട് യൂസേഴ്സ് അത് നോക്കും. എന്നിട്ട് അവർ അസസ് ചെയ്തിട്ട് അവരെന്താണ് അവരുടേതായ ഒരു കൺക്ലൂഷനിലേക്ക് അവരെത്തും, അവരുടേതായ ഒരു ഒപ്പീനിയനിലേക്കാണ് അവരെത്തുക. അല്ല നമ്മളുടെ ഒപ്പീനിയൻ അവർ കണ്ണടച്ച് വിശ്വസിക്കലല്ല, നമ്മൾ കൊടുക്കുന്ന ഫാക്ച്വൽ ഫൈൻഡിങ്സ് യൂസ് ചെയ്തിട്ട് യൂസേഴ്സ് എന്ത് ചെയ്യും, അവരുടേതായ ഒരു ഒപ്പീനിയൻ ഒരു കൺക്ലൂഷനിലേക്ക് അവർ എത്തും. ദ റിപ്പോർട്ട് ഇസ് യൂഷ്വലി റെസ്ട്രിക്റ്റഡ് ടു സ്പെസിഫിക് പാർട്ടീസ് ഹു അഗ്രീ ടു ദ പ്രൊസീജിയർ. അപ്പോൾ ആ ഒരു പ്രൊസീജിയറിന് അഗ്രി ചെയ്തിട്ടുള്ള സ്പെസിഫിക് പാർട്ടീസിന് മാത്രമേ ഈ ഒരു റിപ്പോർട്ട് എന്താണ് കൊടുക്കുള്ളൂ. ദ റെസ്ട്രിക്ഷൻ ഈസ് നെസറി ബിക്കോസ് ഔട്ട്സൈഡേഴ്സ് അൺഅവെയർ ഓഫ് ദ എൻഗേജ്മെൻറ്റ് ഡീറ്റെയിൽസ് മൈറ്റ് മിസ് ഇൻറ്റർപ്രറ്റ് ദ ഫൈൻഡിങ്സ്. അപ്പോൾ എന്താണ് ഈ ഒരു എൻഗേജ്മെൻറ്റിനെ കുറിച്ച് അറിയാത്ത ഈ ഒരു എൻഗേജ്മെൻറ്റ് ഡീറ്റെയിൽസിനെ കുറിച്ചിട്ട് അറിയാത്തൊരു ഔട്ട്സൈഡുള്ളൊരു വ്യക്തിയാണെങ്കിൽ എന്ത് ചെയ്യും, അയാൾ ആ റിപ്പോർട്ട് അയാൾ മിസ് ഇൻറ്റർപ്രറ്റ് ചെയ്യും. സോ ഈ ഒരു പ്രൊസീജിയറിനെ കുറിച്ച് അറിയുന്ന അത് അഗ്രി ചെയ്ത ഒരാൾക്ക് മാത്രമാണ് നമ്മൾ റിപ്പോർട്ട് കൊടുക്കുകയുള്ളൂ യൂഷ്വലി കേട്ടോ. ചിലപ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ കേസിൽ വേണം നമുക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരും വേറെ ആൾക്കാർക്ക്. So, what is the difference between audit and agreed upon procedure? Agreed upon procedure ഓഡിറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? The major difference between audit and agreed upon procedure engagement is the level of assurance provided. അപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന അഷുറൻസിൻ്റെ ലെവൽ, നമ്മൾ എന്ത് ലെവൽ ഓഡിറ്റ് നമ്മൾ എന്താ കൊടുക്കുക, ഓഡിറ്റ് പ്രൊവൈഡ് ആൻ ഒപ്പീനിയൻ ആൻഡ് അഷുറൻസ് ഓൺ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഒപ്പീനിയൻ ആണ് കൊടുക്കുക ഓഡിറ്റിൽ. അഗ്രീഡ് അപ്പോൺ പ്രൊസീജിയറിലോ ഓഡിറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് ഒപ്പീനിയൻ ബട്ട് ഓൺലി റിപ്പോർട്ട് ഫാക്ച്വൽ ഫൈൻഡിങ്സ് ആണ് കൊടുക്കുക. സോ അതാണ് മേജർ ഡിഫറൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഡിഫറൻസ് തന്നെയാണ് ഇവിടെയും പറയുന്നുള്ളൂ. എക്സാമ്പിൾ ഓഫ് എൻ അഗ്രീഡ് അപ്പോൺ പ്രൊസീജിയർ എൻഗേജ്മെൻറ്റ്. അപ്പോൾ ഒരു അഗ്രീഡ് അപ്പോൺ പ്രൊസീജിയർ എൻഗേജ്മെൻറ്റ് എക്സാമ്പിളാണ്. സപ്പോസ് എ കമ്പനി വാണ്ട്സ് ടു വെരിഫൈ ഇറ്റ്സ് അക്കൗണ്ട്സ് പേയബിൾ വെരിഫൈ ആണെന്ന് പറഞ്ഞു. ദ അഗ്രീഡ് അപ്പോൺ പ്രൊസീജിയർ എൻഗേജ്മെൻറ്റ് മേ ഇൻക്ലൂഡ് ദ ഫോളോയിങ് സ്റ്റെപ്പ്. അപ്പോൾ താഴെ പറഞ്ഞ സ്റ്റെപ്പുകളാണ് ഇതിലുണ്ടാവുക. ഫസ്റ്റ് വൺ, കമ്പയറിംഗ് സപ്ലയേഴ്സ് നെയിംസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് എമൗണ്ട്സ് ഫ്രം ദ കമ്പനീസ് റെക്കോർഡ് ടു ദ ട്രയൽ ബാലൻസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സപ്ലയേഴ്സിൻ്റെ നെയിം നോക്കും, അവരുടെ ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് നമ്മൾ വെരിഫൈ ചെയ്യും. കമ്പനീൻ്റെ റെക്കോർഡ് ട്രയൽ ബാലൻസ് പോലത്തെ റെക്കോർഡ്സ് നമ്മൾ വെരിഫൈ ചെയ്യും. ദെൻ ഒപ്റ്റെയിൻ സപ്ലയർ സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ എന്ത് ചെയ്യും, സപ്ലയേഴ്സിൻ്റെ അടുത്ത് പോയി നമ്മൾ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് വാങ്ങും, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും കൺഫർമേഷൻ, നമ്മൾ അവരുടെ അടുത്ത് നിന്ന് കൺഫർമേഷൻ വാങ്ങും. എക്സ്റ്റേണൽ കൺഫർമേഷൻ എന്താണ്, നമ്മൾ സപ്ലയേഴ്സിൻ്റെ അടുത്ത് വാങ്ങും ടു വെരിഫൈ ദ ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താണ് സപ്ലയേഴ്സിൻ്റെ നെയിം, ഒരാളുടെ നെയിം നോക്കി, ഒരു XY എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അപ്പോൾ അയാൾ നമ്മൾ നോക്കിയപ്പോൾ നമ്മളുടെ ബാലൻസ് ഷീറ്റ്, നമ്മളുടെ ട്രയൽ ബാലൻസിൽ അയാളുടെ ബാലൻസ് വെച്ചാൽ 50,000 അപ്പോൾ ഇത് അത് മാച്ചിങ് ആണെന്ന് നോക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു XYൻ്റെ അടുത്ത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കോൺടാക്ട് ചെയ്തിട്ട് നമ്മൾ അയാളുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ വാങ്ങി. സോ അതിൽ നമ്മളൊരു 50,000 നമ്മൾ കണ്ടു. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ എന്ത് ചെയ്തു, നമ്മളിങ്ങനെ കൺഫേം ചെയ്തു, നമ്മൾ ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് നമ്മൾ വെരിഫൈ ചെയ്തു. ദെൻ കമ്പയറിംഗ് സപ്ലയേഴ്സ് കൺഫർമേഷൻ ടു ട്രയൽ ബാലൻസ് എമൗണ്ട് ടു ചെക്ക് ഫോർ എനി ഡിസ്ക്രിപ്പൻസി. അപ്പോൾ ഇത് രണ്ടും നമ്മൾ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ വെരിഫൈ ചെയ്തു, ചെക്ക് ചെയ്തു. ഇഫ് ഡിഫറൻസ് ആർ ഫൗണ്ട് ബിറ്റ്വീൻ ദ ട്രയൽ ബാലൻസ് ആൻഡ് സപ്ലയേഴ്സ് കൺഫർമേഷൻ. അപ്പോൾ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ട്, ഇവിടെ 60,000 ആണെന്ന് വിചാരിക്കുക, ഇതിന് ഡിഫറൻസ് ഉണ്ട് എന്ന് വെക്കുക. ദ ഓഡിറ്റേഴ്സ് auditor reports them as factual findings but does not give an assurance or opinion on their correctness. അപ്പോൾ ഓഡിറ്റർ എന്താ ചെയ്യുക, ഓഡിറ്റർ പറയും നമ്മളുടെ ബുക്കിൽ 50,000 ആണുള്ളത്, പക്ഷേ സപ്ലയേഴ്സിൻ്റെ ബുക്കിൽ 60,000 ആണുള്ളത്. ഈ ഒരു കാര്യം മാത്രമേ ഓഡിറ്റർ കൊടുക്കുള്ളൂ. ഈ ഒരു ഫാക്റ്റ് മാത്രമേ ഓഡിറ്റർ കൊടുക്കുള്ളൂ. ഇത് നല്ലതാണോ ചീത്തതാണോ എന്നുള്ള കാര്യങ്ങളൊന്നും ഓഡിറ്റർ റിപ്പോർട്ടിൽ കൊടുക്കില്ല. ഈ ഒരു ഫാക്റ്റ് മാത്രം ഓഡിറ്റർ പ്രൊവൈഡ് ചെയ്യും. സോ ഓഡിറ്റർ വിൽ ഗിവ് എൻ ഫാക്ച്വൽ ഫൈൻഡിങ്സ് ബട്ട് ഡസ് നോട്ട് ഗിവ് എൻ അഷ്വറൻസ് ഓർ ഒപ്പീനിയൻ ഓൺ ദെയർ correctness.
ഇത് കറക്റ്റാണോ തെറ്റാണോ ഉള്ള കാര്യത്തിൻ്റെ ഒപ്പീനിയൻ ഒന്നും കൊടുക്കില്ല എന്ന്. Ethical principles in agreed upon engagement. The auditor must comply the code of ethics issued by the Institute of Chartered Accountants of India. അപ്പോൾ ICA ഇഷ്യൂ ചെയ്തിട്ടുള്ള എന്താണ് കോഡ് ഓഫ് എത്തിക്സ്. നമ്മൾ ഓഡിറ്റിൽ എന്തൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ ആ കോഡ് ഓഫ് എത്തിക്സ് എന്താണ് ഓഡിറ്റർ അഗ്രീഡ് അപ്പോൺ എൻഗേജ്മെൻറ്റ് ചെയ്യുമ്പോഴും ഫോളോ ചെയ്യണം. ദ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ദാറ്റ് അപ്ലൈസ് ടു ആൻ അഗ്രീഡ് അപ്പോൺ പ്രൊസീജിയേഴ്സ് എൻഗേജ്മെൻറ്റ് ഇൻക്ലൂഡ്. അപ്പോൾ ഏതൊക്കെ പ്രൊസീജിയേഴ്സാണ്, ഏതൊക്കെ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ആണ് ഒരു ഓഡിറ്റർ ഫോളോ ചെയ്യേണ്ടത് ഒരു അഗ്രീഡ് അപ്പോൺ പ്രൊസീജിയർ ഫോളോ ചെയ്യുമ്പോൾ? ഫസ്റ്റ് ഇൻറ്റഗ്രിറ്റി, ദെൻ ഒബ്ജക്റ്റിവിറ്റി, ദെൻ പ്രൊഫഷണൽ കോമ്പീറ്റൻസ് ആൻഡ് ഡ്യൂ കേസ് ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി. സോ ഇൻറ്റഗ്രിറ്റി എന്താണ്? ദ ഓഡിറ്റർ മസ്റ്റ് ബി ഹോണസ്റ്റ് ആൻഡ് സ്ട്രെയിറ്റ് ഫോർവേഡ്. ഓഡിറ്റർ ഹോണസ്റ്റും സ്ട്രെയിറ്റ് ഫോർവേഡും ആയിരിക്കണം ഇൻ ദ പ്രൊഫഷണൽ വർക്ക്. ഒബ്ജക്റ്റിവിറ്റി എന്താണ്? ബയസ്ഡ് ആവാൻ പാടില്ല. അതേമാതിരി തന്നെ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റും ഓഡിറ്റർ അവോയ്ഡ് ചെയ്യണം. പിന്നെ പ്രൊഫഷണൽ കോമ്പീറ്റൻസ് ആൻഡ് ഡ്യൂ കെയർ. ഓഡിറ്റർ എന്ത് വേണം? ഓഡിറ്റർ നെസസറി സ്കില്ലും വേണം, നോളജും വേണം. എന്തിനു വേണ്ടിയിട്ട്? ഈ ഒരു പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യാനുള്ള സ്കില്ലും ഇതും വേണം, ഓഡിറ്ററിന് വേണം. ദെൻ കോൺഫിഡൻഷ്യാലിറ്റി എന്താണ്? നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ, നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ, നമ്മൾ ചെക്ക് ചെയ്യുന്ന ഇൻഫർമേഷൻ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. ദ ഓഡിറ്റർ മസ്റ്റ് നോട്ട് ഡിസ്ക്ലോസ് ക്ലയൻറ്റ് ഇൻഫർമേഷൻ വിത്തൗട്ട് പെർമിഷൻ. ദെൻ പ്രൊഫഷണൽ കണ്ടക്ട്. ദ ഓഡിറ്റർ മസ്റ്റ് ഫോളോ ICA പ്രൊഫഷണൽ ഗൈഡൻസ്. അപ്പോൾ ICA ഇഷ്യൂ ചെയ്തിട്ടുള്ള പ്രൊഫഷണൽ ഗൈഡൻസ് എന്ത് ചെയ്യണം? ഓഡിറ്റർ ഫോളോ ചെയ്യണം. ആൻഡ് ടെക്നിക്കൽ സ്റ്റാൻഡേർഡ്സ്. ദ ഓഡിറ്റർ മസ്റ്റ് ഫോളോ റിലവൻറ്റ് ഓഡിറ്റിംഗ് ആൻഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സും അതുമാതിരി തന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും ഓഡിറ്റർ എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. കാരണം നമ്മൾ എന്താണ് ഫാക്റ്റാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു റൂളുണ്ട്, ഒരു ഓഡിറ്റിംഗ് റൂൾ ഉണ്ടെന്ന് വെക്കുക, മെറ്റീരിയാലിറ്റി സംതിങ് ഏതെങ്കിലും കേസിൽ റൂൾ ഉണ്ടെന്ന് വെക്കുക. അപ്പോൾ ആ ഒരു റൂള് എന്ത് ചെയ്യുന്നില്ല, ഇവർ ഫോളോ ചെയ്യുന്നില്ല. സോ ആ സാധനം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ റിപ്പോർട്ടിൽ എഴുതണം. ഈ സാധനം ഫോളോ ചെയ്യുന്നില്ല റിപ്പോർട്ടിൽ എഴുതണം. പക്ഷേ അതിനെക്കുറിച്ചൊരു ഒപ്പീനിയൻ കൊടുക്കണം. അത് നല്ലതാണോ ചീത്തയാണോ അങ്ങനത്തെ ഒപ്പീനിയൻ ഒന്നും ആവശ്യമില്ല. ഈ സാധനം ഫോളോ ചെയ്യുന്നില്ല. സോ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഓഡിറ്റിങ്ങും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നമ്മൾ എന്ത് ചെയ്യണം? ഓഡിറ്റർ ഫോളോ ചെയ്യണം. സോ ടെക്നിക്കൽ സ്റ്റാൻഡേർഡ്സ് ഓഡിറ്റർ ഫോളോ ചെയ്യണം. അപ്പോൾ എന്തൊക്കെയാണ് ഫസ്റ്റ് ഉള്ളത്? ഓഡിറ്റർ ഇൻറ്റഗ്രിറ്റി, പിന്നെ ഒബ്ജക്റ്റിവിറ്റി, പ്രൊഫഷണൽ കോമ്പീറ്റൻസ് ആൻഡ് ഡ്യൂ കേസ്, പിന്നെന്താണ് കോൺഫിഡൻഷ്യാലിറ്റി, ദെൻ പ്രൊഫഷണൽ കണ്ടക്ട് ആൻഡ് ടെക്നിക്കൽ സ്റ്റാൻഡേർഡ്സ്. ഇതൊക്കെയാണ് ഓഡിറ്റർ ഫോളോ ചെയ്യേണ്ട എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഇതിൽ ഒരു അഗ്രീഡ് അപ്പോൺ പ്രൊസീജിയർ എൻഗേജ്മെൻറ്റിൽ. ദെൻ ഇൻഡിപെൻഡൻസ് റിക്വയർമെൻറ്റ്. അൺലൈക്ക് an audit, the auditor does not need to be independent for an agreed upon procedure engagement. അപ്പോൾ എന്താണ്? ഒരു ഓഡിറ്റിന് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഓഡിറ്റർ ഇൻഡിപെൻഡൻ്റ് ആവണം. പക്ഷേ ഒരു അഗ്രീഡ് അപ്പോൺ പ്രൊസീജിയർ എൻഗേജ്മെൻറ്റിൽ ഓഡിറ്റർ എന്താവേണ്ട ആവശ്യമില്ല, ഒരു ഇൻഡിപെൻഡൻ്റ് ആവേണ്ട ആവശ്യം ഇല്ല. ഒരു ഫാക്റ്റ് മാത്രമേ കൊടുക്കുന്നുള്ളൂ, ഒപ്പീനിയൻ കൊടുക്കുന്നില്ല. ഹവർ ഇഫ് ദ എൻഗേജ്മെൻറ്റ് ടേംസ് റിക്വയർസ് ഇൻഡിപെൻഡൻസ്. പക്ഷേ എന്താണ്? എൻഗേജ്മെൻറ്റ് ടേമിൽ എന്ത് പറയുന്നുണ്ട്? ഇൻഡിപെൻഡൻസ് പറയുന്നുണ്ടെങ്കിൽ ദ ഓഡിറ്റർ മസ്റ്റ് കംപ്ലൈ വിത്ത് ICA's കോഡ് ഓഫ് എത്തിക്സ്. അപ്പോൾ ആ സിറ്റുവേഷനിൽ ഓഡിറ്റർ എന്ത് ചെയ്യണം? ഇൻഡിപെൻഡൻസ് എന്ന് വെച്ചാൽ ICA കോഡ് ഓഫ് എത്തിക്സ് ഫോളോ ചെയ്യണം. If the auditor is not independent, the report must include a clear statement mentioning this fact. അപ്പോൾ ഓഡിറ്റർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടല്ല വർക്ക് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു കാര്യം റിപ്പോർട്ടിൽ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. ഓക്കെ. ഡിഫൈനിങ് ദ ടേം ഓഫ് എൻഗേജ്മെൻറ്റ്. Before starting the engagement, the auditor must ensure that all involved parties clearly understand the agreed upon procedures and conditions. അപ്പോൾ ഈ ഒരു എൻഗേജ്മെൻറ്റ് അഗ്രീഡ് അപ്പോൺ പ്രൊസീജിയർ എൻഗേജ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ബിഫോർ സ്റ്റാർട്ടിങ് ഓഡിറ്റർ എന്ത് ചെയ്യണം? ഓഡിറ്റർ എൻഷുർ ചെയ്യണം ഈ ഒരു എൻഗേജ്മെൻറ്റിൽ ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാ വ്യക്തികളും അവരെന്ത് ചെയ്തിരിക്കണം? ഈ ഒരു അഗ്രീഡ് അപ്പോൺ പ്രൊസീജിയറും അതിൻ്റെ കണ്ടീഷൻസും അവർ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ള കാര്യം ഓഡിറ്റർ എന്താണ് എൻഷുർ ചെയ്യണം. The auditor should discuss these matters with the entity and third parties receiving the report. അപ്പോൾ ആ റിപ്പോർട്ട് റിസീവ് ചെയ്യുന്ന ആൾക്കാരെന്താണ്? ആ ആൾക്കാരോടും അതേമാതിരി തന്നെ എൻറ്റിറ്റിനോടും ഈ ഒരു കാര്യം ഓഡിറ്റർ ഡിസ്കസ് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പ്രൊസീജിയർ പെർഫോം ചെയ്യാൻ പോവുകയാണ്. സോ ആ പ്രൊസീജിയേഴ്സിൻ്റെ എന്താണ് അതിൻ്റെ പ്രൊസീജിയറും അതിൻ്റെ കണ്ടീഷൻസും അത് ഈ ഒരു ഇൻറ്റൻറ്റഡ് യൂസേഴ്സാണ് ഇത് വാങ്ങുന്നത്. ഈ യൂസേഴ്സിന് അത് മനസ്സിലാവണം. അതിപ്പോൾ എൻറ്റിറ്റി ആയിക്കോട്ടെ അല്ലെങ്കിൽ തേർഡ് പാർട്ടീസ്, അവരാണ് ഇൻറ്റൻറ്റഡ് യൂസേഴ്സ്. അവർക്ക് നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം അറിയില്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഈ റിപ്പോർട്ട് എന്താണ് അവർക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. സോ ഈ കാര്യം എന്താണ് ഓഡിറ്റർ ഡിഫൈൻ ചെയ്യണം എന്ന് വെച്ചാൽ അത് കാര്യം മനസ്സിലാക്കണം. അവർ എൻറ്റിറ്റി ആയിട്ടും അതേപോലെ തന്നെ തേർഡ് പാർട്ടി ആയിട്ട് ഓഡിറ്റർ ഡിസ്കസ് ചെയ്യണം ഈ കാര്യം. സോ എൻഗേജ്മെൻറ്റ് ടേംസ് എന്താണ് ഓഡിറ്റർ ഡിഫൈൻ ചെയ്തിരിക്കണം. ഓഡിറ്റർ എൻഷുർ ചെയ്യണം. കാരണം അവർക്കത് അറിയാം, അവർക്ക് ക്ലിയർ ആണ്
ഇതിനെക്കുറിച്ചുള്ളൊരു കറക്റ്റായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് അവർക്കുണ്ടെന്നുള്ള കാര്യം ഓഡിറ്റർ എന്താണ് എൻഷുർ ചെയ്യണം. ദെൻ കീ ടേംസ് ടു ബി അഗ്രീഡ് അപ്പോൺ. ഏതൊക്കെയാണ് അഗ്രി ചെയ്യേണ്ട ടേംസ്? നേച്ചർ ഓഫ് എൻഗേജ്മെൻറ്റ്. ദ ഓഡിറ്റർ മസ്റ്റ് ക്ലാരിഫൈ ദാറ്റ് ദ എൻഗേജ്മെൻറ്റ് ഇസ് നോട്ട് ആൻ ഓഡിറ്റ് ഓർ റിവ്യൂ ആൻഡ് നോ അഷുറൻസ് വിൽ ബി പ്രൊവൈഡഡ്. അപ്പോൾ ഓഡിറ്റർ എന്ത് ചെയ്യണം? ഈ ഒരു എൻഗേജ്മെൻറ്റ് എന്ന് വെച്ചാൽ അഗ്രീഡ് അപ്പോൺ പ്രൊസീജിയറിൻ്റെ അത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒരു ഓഡിറ്റോ അല്ല, റിവ്യൂ അല്ല, അല്ലെങ്കിൽ അതേമാതിരി തന്നെ ഒരു അഷുറൻസ് സർവീസോ അല്ല എന്നുള്ള കാര്യം ഓഡിറ്റർ മെൻഷൻ ചെയ്തിരിക്കണം. അത് ക്ലാരിഫൈ ചെയ്യണം ഓഡിറ്റർ. ആ ഒരു എൻഗേജ്മെൻറ്റ് നേച്ചർ എന്താണ് എല്ലാവരും അഗ്രി ചെയ്യണം. നമ്മളൊരു റിപ്പോർട്ട് കാണുകയാണ്, അപ്പോൾ അവർ ചില ആൾക്കാർ നോക്കുകയാണ് എന്ത് ഒപ്പീനിയൻ എവിടെയും നോക്കുകയാണ്. ഒപ്പീനിയൻ നോക്കുമ്പോൾ അവർക്ക് എന്താണ് കൺഫ്യൂഷൻ വരികയാണ്. നിങ്ങൾ എന്ത് റിപ്പോർട്ടാണ് തന്നെന്ന് ചോദിക്കാൻ പാടില്ല. അതിന് മുന്നേ തന്നെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യണം, നമ്മൾ ചെയ്യുന്ന വർക്ക് ഇതാണ്, നമ്മൾ ഫാക്റ്റുകൾ മാത്രമേ നമ്മൾ റിപ്പോർട്ടിൽ ഉണ്ടാവുള്ളൂ, അല്ലാതെ നമ്മൾ ഒപ്പീനിയൻ പ്രൊവൈഡ് ചെയ്യില്ല എന്നുള്ള കാര്യം ഓഡിറ്റർ ആദ്യം മെൻഷൻ ചെയ്തിരിക്കണം. ദെൻ പർപ്പസ് ഓഫ് ദ എൻഗേജ്മെൻറ്റ് പർപ്പസ് എന്താണ്? ദ റീസൺ ഫോർ പെർഫോമിംഗ് ദ അഗ്രീഡ് അപ്പോൺ പ്രൊസീജിയർ മസ്റ്റ് ബി സ്പെസിഫൈഡ്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ ഒരു പ്രൊസീജിയർ പെർഫോം ചെയ്യുന്നത്? ചില കാര്യത്തിനുണ്ടാവും, ചില ഇത് ഒരു ഫാക്റ്റിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസിനെ കുറിച്ചിട്ട് എന്താണ് എൻറ്റിറ്റിക്ക് ഒരു ഡൗട്ട് ഉണ്ടാകും. സോ അത് കുറച്ചും കൂടി ഒന്ന് ഫാക്റ്റിൽ ഒരു പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഓഡിറ്ററിനെ വിളിച്ചതായിരിക്കും. സോ അതിൻ്റെ ഒരു റീസൺ എന്തിനു വേണ്ടിയിട്ട്, അതിൻ്റെ പർപ്പസ്, ആ എൻഗേജ്മെൻറ്റ് പർപ്പസ് എന്താണ്, അതും അഗ്രി ചെയ്തിരിക്കണം. ദെൻ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ കവേർഡ്. ദ സ്പെസിഫിക് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ടു വിച്ച് ദ പ്രൊസീജിയർ വിൽ ബി അപ്ലൈഡ് മസ്റ്റ് ബി ഐഡൻറ്റിഫൈഡ്. അപ്പോൾ നമ്മൾ ഏത് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ ട്രേഡ് റിസീവബിൾ ആണോ, ട്രേഡ് പേയബിൾ ആണോ, സോ ഏത് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ്റെ മുകളിലാണ് നമ്മൾ ഈ ഒരു അഗ്രീഡ് അപ്പോൺ പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യുന്നത്, ആ കാര്യം എന്ത് ചെയ്യണം, ഐഡൻറ്റിഫൈ ചെയ്യണം, അതും കൂടി മെൻഷൻ ചെയ്യണം. ദെൻ നേച്ചർ, ടൈമിംഗ് ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് പ്രൊസീജിയേഴ്സിൻ്റെ നേച്ചർ, ടൈമിംഗ് ആൻഡ് എക്സ്റ്റെൻറ്റ്, എപ്പോഴാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ എങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം കൂടി നമ്മൾ എന്ത് ചെയ്യണം, പറയണം. ദ ഡീറ്റെയിൽസ് ഓഫ് പ്രൊസീജിയേഴ്സ് വെൻ ദേ വിൽ ബി പെർഫോംഡ് ആൻഡ് ഹൗ മച്ച് വർക്ക് വിൽ ബി ഡൺ മസ്റ്റ് ബി ഡോക്യുമെൻറ്റ്. അപ്പോൾ ഈ കാര്യങ്ങൾക്ക് എന്ത് ചെയ്യണം, ഡോക്യുമെൻറ്റ് ചെയ്യണം. ഏതൊക്കെ പ്രൊസീജിയർ, നേച്ചർ, ഡീറ്റെയിൽസ് ഓഫ് പ്രൊസീജിയർ, വെൻ ദേ വിൽ ബി പെർഫോംഡ്, എപ്പോഴാണ് ഇത് പെർഫോം ചെയ്യുക, അതേമാതിരി തന്നെ ഹൗ മച്ച് വർക്ക്, എത്ര വർക്ക് ചെയ്യും എന്നുള്ള കാര്യമൊക്കെ ഡോക്യുമെൻറ്റ് ചെയ്യണം. ദെൻ റെസ്ട്രിക്ഷൻസ് ഓൺ റിപ്പോർട്ട് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ആ റിപ്പോർട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു അറിയുന്ന ആൾക്കാർക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ, എന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ച് ധാരണയുള്ള ആൾക്കാർക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. സോ ആ ഒരു റെസ്ട്രിക്ഷനും കൂടി നമ്മൾ മെൻഷൻ ചെയ്യണം. ദ റിപ്പോർട്ട് മസ്റ്റ് ബി റെസ്ട്രിക്റ്റഡ് ടു ഓൺലി ദോസ് പാർട്ടീസ് ഹു അഗ്രി ടു ദ പ്രൊസീജിയർ. ആ പ്രൊസീജിയറായിട്ട് അഗ്രി ചെയ്ത ആൾക്കാർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇഫ് എനി ലീഗൽ റിക്വയർമെൻറ്റ് പ്രിവെൻറ്റ്സ് സച്ച് എ റെസ്ട്രിക്ഷൻ ദ ഓഡിറ്റർ ഷുഡ് നോട്ട് അക്സെപ്റ്റ് ദ എൻഗേജ്മെൻറ്റ്. അപ്പോൾ ഏതെങ്കിലും ഒരു ലീഗൽ റിക്വയർമെൻറ്റ് പ്രിവെൻറ്റ് ചെയ്യണം, എന്ത് നിങ്ങൾ എല്ലാവർക്കും കൊടുക്കണം, ചില ആൾക്കാർക്ക് മാത്രമായിട്ട് ഒതുക്കാൻ പാടില്ല എന്ന് ലീഗൽ റിക്വയർമെൻറ്റ് പറയുകയാണെങ്കിൽ ഓഡിറ്റർ എന്ത് ചെയ്യണം, ആ എൻഗേജ്മെൻറ്റ് ഓഡിറ്റർ അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. ദെൻ എൻഗേജ്മെൻറ്റ് ലെറ്റർ. ദ ഓഡിറ്റർ ഷുഡ് ഇഷ്യൂ എൻ എൻഗേജ്മെൻറ്റ് ലെറ്റർ ടു കൺഫേം ദ അപ്പോയിൻമെൻറ്റ് ആൻഡ് എൻഷുർ ദാറ്റ് ദർ ഇസ് നോ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് റിഗാർഡിംഗ് ദ എൻഗേജ്മെൻറ്റ്. അപ്പോൾ ഓഡിറ്റർ എന്ത് ചെയ്യണം, നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞു ഈ ഒരു എൻഗേജ്മെൻറ്റിൻ്റെ മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ അതിൻ്റെ ടേംസ് അത് ഡിഫൈൻ ചെയ്യണമെന്ന് പറഞ്ഞു. സോ അതിന് വേണ്ടിയിട്ട് എന്താണ്, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും ഇല്ല എന്നുള്ള കാര്യം ഉറപ്പ് വരുത്താൻ വേണ്ടി ഓഡിറ്റർ എന്ത് ചെയ്യണം, ഒരു എൻഗേജ്മെൻറ്റ് ലെറ്റർ ഓഡിറ്റർ ഇഷ്യൂ ചെയ്യണം. ആ അപ്പോയിൻമെൻറ്റ് കൺഫേം ചെയ്യാനും അതേമാതിരി തന്നെ ഈ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒഴിവാക്കാനും. ദെൻ കീ കണ്ടൻസ് ഓഫ് എൻഗേജ്മെൻറ്റ് ലെറ്റർ. അപ്പോൾ എൻഗേജ്മെൻറ്റ് ലെറ്റേഴ്സിൻ്റെ കണ്ടൻറ്റ് എന്തൊക്കെയാണ് വേണ്ടത്? ലിസ്റ്റ് ഓഫ് പ്രൊസീജിയർ, എന്തൊക്കെ പ്രൊസീജിയേഴ്സാണ് ഓഡിറ്റർ ചെയ്യാൻ പോകുന്നത്. ദ അഗ്രീഡ് അപ്പോൺ പ്രൊസീജിയേഴ്സ് ടു ബി പെർഫോംഡ് മസ്റ്റ് ബി ലിസ്റ്റഡ്. ദെൻ റെസ്ട്രിക്ഷൻസ് ഓൺ റിപ്പോർട്ട് ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പോൾ റിപ്പോർട്ട് ഡിസ്ട്രിബ്യൂട്ട് എന്നുള്ള റെസ്ട്രിക്ഷൻസ് അതും എന്ത് ചെയ്യണം, നമ്മൾ എൻഗേജ്മെൻറ്റ് ലെറ്ററിൽ പറയണം. ദ ലെറ്റർ ഷുഡ് സ്റ്റേറ്റ് ദാറ്റ് ദ റിപ്പോർട്ട് വിൽ ഓൺലി ബി ഷെയർഡ് വിത്ത് സ്പെസിഫൈഡ് പാർട്ടീസ്. ദെൻ പ്ലാനിംഗ് ദ എൻഗേജ്മെൻറ്റ്. ദ ഓഡിറ്റർ ഷുഡ് കെയർഫുള്ളി പ്ലാൻ ദ വർക്ക് ടു എൻഷ്യൂർ ദ എൻഗേജ്മെൻറ്റ് ഈസ് കണ്ടക്റ്റഡ് എഫക്റ്റീവ്ലി. അപ്പോൾ എന്താണ്, ഓഡിറ്റർ എന്ത് ചെയ്യണം, ഓഡിറ്റർ പ്ലാൻ ചെയ്യണം, അവർ ചെയ്യാൻ പോകുന്ന വർക്ക് അവർ പ്ലാൻ ചെയ്തിട്ട് വേണം ചെയ്യാൻ, കാരണം അവർ എഫക്റ്റീവായിട്ട് അത് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്ലാനിങ് ഹെൽപ്സ് ഇൻ. അപ്പോൾ എന്തിനൊക്കെയാണ് ഈ ഒരു പ്ലാനിങ് സഹായിക്കുക? അണ്ടർസ്റ്റാൻഡിങ് ദ ക്ലയൻറ്റ്സ് നീഡ്സ് ആൻഡ് എക്സ്പീരിയൻസ്. അപ്പോൾ ക്ലയൻറ്റിൻ്റെ ആവശ്യം എന്താണ്, നമ്മൾ ഈ റിപ്പോർട്ട് കൊടുക്കുന്നതിലൂടെ ക്ലയൻറ്റിൻ്റെ ആവശ്യം എന്താണ്, അതേമാതിരി തന്നെ അവരുടെ അവർ നമ്മളുടെ അടുത്ത് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കാൻ ഈ ഒരു പ്ലാനിങ് ഹെൽപ്പ് ചെയ്യും. ദെൻ ഐഡൻറ്റിഫൈ ദ ഫിനാൻഷ്യൽ ഡാറ്റ ദാറ്റ് വിൽ ബി എക്സാമിൻഡ്. അപ്പോൾ നമ്മൾ എക്സാമിൻ ചെയ്യാൻ പോകുന്ന ഫിനാൻഷ്യൽ ഡാറ്റ കുറച്ചും കൂടി മനസ്സിലാക്കാൻ, ഐഡൻറ്റിഫൈ ചെയ്യാൻ, അത് ഏതൊക്കെയാണെന്നുള്ള കാര്യം ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് പ്ലാനിങ് ഹെൽപ്പ് ചെയ്യും. ദെൻ എൻഷ്യൂർ ദ അഗ്രീഡ് അപ്പോൺ പ്രൊസീജിയേഴ്സ് ആർ ഫിസിബിൾ ആൻഡ് എഫക്റ്റീവ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രൊസീജിയേഴ്സ്, അഗ്രീഡ് അപ്പോൺ പ്രൊസീജിയേഴ്സ് എന്താണ്, ഫിസിബിളും അതേമാതിരി തന്നെ എഫക്റ്റീവുമാണെന്നുള്ള കാര്യം എൻഷ്യൂർ ചെയ്യാനും പ്ലാനിങ് ഹെൽപ്പ് ചെയ്യും. ദെൻ പ്രൊസീജിയേഴ്സ് ആൻഡ് എവിഡൻസ്. ദ ഓഡിറ്റർ മസ്റ്റ് perform the agreed upon procedures and use the evidence obtained as a basis for reporting the factual findings. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഓഡിറ്റർ എന്ത് ചെയ്യണം, പെർഫോം ചെയ്യണം, അഗ്രീഡ് അപ്പോൺ പ്രൊസീജിയർ പെർഫോം ചെയ്യണം, നമുക്കറിയാം. ആൻഡ്
നമുക്ക് കളക്ട് ചെയ്യുന്ന എവിഡൻസ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു ഫാക്ച്വൽ ഫൈൻഡിങ്സ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യണം. ദെൻ കോമൺ പ്രൊസീജിയേഴ്സ് ഇൻ ഓഡിറ്റ് അപ്പോൺ പ്രൊസീജിയർ എൻഗേജ്മെൻറ്റ്. അപ്പോൾ എന്തൊക്കെ പ്രൊസീജിയേഴ്സാണ് നമ്മൾ നോർമലി ചെയ്യുക? നമ്മൾ പറഞ്ഞു ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞു, ഓഡിറ്റ് ലൈക്ക് പ്രൊസീജിയേഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞു. സോ അങ്ങനെയുള്ള എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ഉള്ളത്? ഒന്ന് വെച്ചാൽ ഇൻക്വയറി ആൻഡ് അനാലിസിസ്, ദെൻ റീകമ്പ്യൂട്ടേഷൻ ആൻഡ് കമ്പാരിസൺ, ദെൻ ഒബ്സർവേഷൻ, ഇൻസ്പെക്ഷൻ ആൻഡ് ഒബ്റ്റെയിനിങ് കൺഫർമേഷൻ. അപ്പോൾ ഫസ്റ്റ് ഇൻക്വയറി ആൻഡ് അനാലിസിസ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആസ്ക് റിലവൻറ്റ് പേഴ്സണൽ ഫോർ എക്സ്പ്ലനേഷൻ ആൻഡ് റിവ്യൂയിങ് ഡാറ്റ. നമ്മൾ റിലവൻ്റ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എക്സ്പ്ലനേഷൻസ് ചോദിക്കണം, അതേമാതിരി തന്നെ ഡാറ്റാസ് റിവ്യൂ ചെയ്യണം. ദെൻ റീകമ്പ്യൂട്ടേഷൻ ആൻഡ് കമ്പാരിസൺ. എന്തൊരു സാധനം ഒന്നാണ് ചെക്കിംഗ് ദ ആക്യുറസി ഓഫ് കാൽക്കുലേഷൻസ് ആൻഡ് കമ്പയറിംഗ് ഫിഗർ. അപ്പോൾ നമ്മളൊരു ഓൾറെഡി ഉള്ള ഫിനാൻഷ്യൽ ഇൻഫർമേഷനിൽ ഓൾറെഡി ഉള്ള കാൽക്കുലേഷൻസ് നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ആക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ അത് റീകമ്പ്യൂട്ട് ചെയ്യണം. അതേമാതിരി തന്നെ ചില ഫിഗേഴ്സ് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കണം. ദെൻ ഒബ്സർവേഷൻസ്, വാച്ചിങ് പ്രോസസ്സസ് ഓർ ട്രാൻസാക്ഷൻസ് ബീങ് ക്യാരിഡ് ഔട്ട്. അപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, പ്രോസസ്സോ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസോ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം, വാച്ച് ചെയ്യണം. ദെൻ ഇൻസ്പെക്റ്റിംഗ്, നമ്മൾ റെക്കോർഡ്സ്, ഡോക്യുമെൻറ്റ്സ് അതേമാതിരി അസെറ്റ്സ്, ഈ കാര്യങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യണം? എക്സാമിൻ ചെയ്യണം. സോ അങ്ങനെ ഇൻസ്പെക്ട് ചെയ്യണം. ദെൻ ഒബ്റ്റെയിനിങ് കൺഫർമേഷൻ, ഗെറ്റിംഗ് ഡയറക്റ്റ് വെരിഫിക്കേഷൻ ഫ്രം എക്സ്റ്റേണൽ പാർട്ടീസ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഒരു സപ്ലയർ, അവരായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു എക്സ്റ്റേണൽ കൺഫർമേഷൻ നമ്മൾ വാങ്ങുകയാണ്. സോ കൺഫർമേഷൻ ഒബ്റ്റെയിൻ ചെയ്യണം. സോ ഇതൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് ഒരു അഗ്രീഡ് അപ്പോൺ പ്രൊസീജിയർ എൻഗേജ്മെൻറ്റ് നമ്മൾ ചെയ്യുന്ന ഓഡിറ്റ് ലൈക്ക് പ്രൊസീജിയേഴ്സ്. ഇനി എക്സാമ്പിളാണ്, ഇഫ് എൻ ഓഡിറ്റർ ഈസ് വെരിഫൈയിങ് അക്കൗണ്ട് റിസീവബിൾ ദേ മേ കമ്പയർ ദ കമ്പനീസ് റെക്കോർഡ്സ് വിത്ത് കസ്റ്റമർ ബാലൻസ്. അപ്പോൾ എന്ത് ചെയ്യും? നമ്മളുടെ കമ്പനി റെക്കോർഡും അതേപോലെ തന്നെ കസ്റ്റമറിൻ്റെ ബാലൻസും തമ്മിൽ കമ്പയർ ചെയ്യും. കമ്പനിയിൽ റെക്കോർഡാണോ അല്ലെങ്കിൽ കസ്റ്റമറിൻ്റെ ബുക്കിൽ നിന്ന് റെക്കോർഡാണോ എന്നുള്ള കാര്യം നമ്മൾ എന്താണ്? വെരിഫൈ ചെയ്യും. ദെൻ ആസ്ക് കസ്റ്റമേഴ്സ് ടു കൺഫേം ദെയർ ഔട്ട്സ്റ്റാൻഡിങ് ഡ്യൂ. അതേമാതിരി തന്നെ കസ്റ്റമറിനോട് നമ്മൾ അവരുടെ ഡ്യൂസ് കൺഫേം ചെയ്യാനും പറയും. ആൻഡ് റിപ്പോർട്ട് ഫാക്ച്വൽ ഡിഫറൻസ് വിത്തൗട്ട് ഗിവിങ് എനി അഷുറൻസ്. അപ്പോൾ അഷുറൻസ് ഒന്നും കൊടുക്കാണ്ട് നമ്മളാണ് ആ ഒരു ഫാക്റ്റ് നമ്മൾ റിപ്പോർട്ടും ചെയ്യും. ഓക്കെ, then reporting. The auditor's report should clearly describe the purpose and agreed upon procedures in detail so that the reader must understand the nature and extent of the work performed. അപ്പോൾ ഓഡിറ്റിൻ്റെ റിപ്പോർട്ടിൽ എന്ത് ചെയ്യണം? ഓഡിറ്റ് ചെയ്തതിൻ്റെ പർപ്പസ്, അതും അതേമാതിരി തന്നെ അഗ്രീഡ് അപ്പോൺ പ്രൊസീജിയറിൻ്റെ ഡീറ്റെയിലും, ഈ രണ്ട് കാര്യങ്ങളും ക്ലിയർ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യണം റിപ്പോർട്ടിൽ. സോ ദാറ്റ് ദ റീഡേഴ്സ് അണ്ടർസ്റ്റാൻഡ് ദ നേച്ചർ ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് ദ വർക്ക് പെർഫോം. അപ്പോൾ നമ്മൾ ചെയ്ത വർക്കിൻ്റെ ഒരു നേച്ചറും എക്സ്റ്റെൻറ്റും അവർക്ക് കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് അവർക്ക് മനസ്സിലാവും, ആരാണോ ആ ഒരു റിപ്പോർട്ട് വായിക്കുന്ന ആൾക്കാർക്ക്. ദ റിപ്പോർട്ട് ഷുഡ് ഓൾസോ ക്ലിയർലി സ്റ്റേറ്റ് ദാറ്റ് നോ ഓഡിറ്റ് ഓർ റിവ്യൂ ഹാസ് ബീൻ കണ്ടക്റ്റഡ്. അപ്പോൾ നമ്മൾ റിപ്പോർട്ടിൽ എന്താണ് ക്ലിയർ ആയിട്ട് പറയണം, ഇത് ഓഡിറ്റ് റിപ്പോർട്ടും അല്ല അതേമാതിരി തന്നെ റിവ്യൂ അല്ല നടത്തിയത്, നമ്മൾ എന്താണ് നടത്തിയത്? നമ്മൾ അഗ്രീഡ് അപ്പോൺ പ്രൊസീജിയർ എൻഗേജ്മെൻ്റ് ആണ് നടത്തിയത്. സോ വി വിൽ ബി ഗിവിങ് എ ഫാക്ച്വൽ ഫൈൻഡിങ്സ്, നോട്ട് എൻ ഒപ്പീനിയൻ ഓർ എൻ അഷുറൻസ് എന്നുള്ള കാര്യം നമ്മൾ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യണം? ക്ലിയർ ആയിട്ട് വേണം നമ്മുടെ ഓഡിറ്റ് റിപ്പോർട്ട് നമ്മൾ മെൻഷൻ ചെയ്യാൻ. സോ കീ എലമെൻറ്റ്സ് ഓഫ് റിപ്പോർട്ട്. ദ റിപ്പോർട്ട് ഓഫ് ഫാക്ച്വൽ ഫൈൻഡിങ്സ് മസ്റ്റ് ഇൻക്ലൂഡ് ദ ഫോളോയിങ് ഇമ്പോർട്ടൻറ്റ് ഏരിയാസ്. അപ്പോൾ ഫാക്ച്വൽ ഫൈൻഡിങ്സിൽ നമ്മൾ താഴെ പറഞ്ഞ കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ട് ഓഫ് ഫാക്ച്വൽ ഫൈൻഡിങ്സ് എന്ന് വെച്ചാൽ നമ്മുടെ റിപ്പോർട്ട് തന്നെ ഫസ്റ്റ് ടൈറ്റിൽ വേണം. നോർമൽ നമ്മൾ 700 പഠിച്ച കാര്യം തന്നെ എന്താണ് അതിലെ എലമെൻറ്റ്സിൽ പഠിച്ച കാര്യം എന്താണ്? ടൈറ്റിൽ വേണം. ദ റിപ്പോർട്ട് ഷുഡ് ഹാവ് എ ക്ലിയർ ടൈറ്റിൽ. ദെൻ അഡ്രസ്സി, നമ്മൾ കൊടുക്കുന്ന ആൾ എന്ന് വെച്ചാൽ നമ്മുടെ ക്ലയൻറ്റ്. ദ റിപ്പോർട്ട് ഷുഡ് ബി അഡ്രസ് ടു ദ അപ്പോയിൻറ്റിംഗ് അതോറിറ്റി സച്ച് ആസ് ദ ക്ലയൻറ്റ് ഓർ എനി തേർഡ് പാർട്ടി ഇൻവോൾവ്. ദെൻ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഇൻഫർമേഷൻ, നമ്മൾ എന്ത് ഇൻഫർമേഷനാണ് എന്ന് വെച്ചാൽ ഒന്നെങ്കിലും മൊത്തം ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ മൊത്തം FS ആണോ അല്ലെങ്കിൽ ജസ്റ്റ് ഏതെങ്കിലും ഒരു സിംഗിൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണോ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ആണോ, ഒരു സിംഗിൾ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ആണോ, അത് ഏതാണോ നമ്മൾ വെരിഫൈ ചെയ്തിട്ടുള്ളത് അത് നമ്മൾ എന്താണ് ഐഡൻറ്റിഫൈ ചെയ്യണം. ദ റിപ്പോർട്ട് മസ്റ്റ് സ്പെസിഫൈ ദ ഫിനാൻഷ്യൽ ഓർ നോൺ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ടു വിച്ച് ദ പ്രൊസീജിയേഴ്സ് വെർ അപ്ലൈഡ്. ദെൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഗ്രീഡ് പ്രൊസീജിയേഴ്സ്. ദ റിപ്പോർട്ട് ഷുഡ് സ്റ്റേറ്റ് ദാറ്റ് ഓൺലി ദ പ്രൊസീജിയേഴ്സ് അഗ്രീഡ് അപ്പോൺ വിത്ത് ദ റെസിപ്പിയൻറ്റ് വെർ പെർഫോം. അപ്പോൾ നമ്മളും എന്താണ് ക്ലയൻറ്റും തമ്മിൽ അഗ്രി ചെയ്തുള്ള പ്രൊസീജിയേഴ്സ്, അതാണ് അഗ്രീഡ് അപ്പോൺ പ്രൊസീജിയേഴ്സ് എന്നതിന് പറയുന്നത്. അവർ നമ്മളോട് പറയുകയാണ് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറയണം. അപ്പോൾ നമ്മൾ ഓഡിറ്റ് ലൈക്ക് പ്രൊസീജിയേഴ്സ് പറയും. സോ അവർ ഓക്കെ അഗ്രി ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഫാക്റ്റ് നമുക്ക് കണ്ടുപിടിക്കുക എന്നുള്ള കാര്യം പറയും. സോ അങ്ങനെയുള്ള അഗ്രി ചെയ്തിട്ടുള്ള പ്രൊസീജിയേഴ്സ് മാത്രമേ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ, പെർഫോം ചെയ്തിട്ടുള്ളൂ എന്നുള്ള കാര്യം കൂടി നമ്മൾ എന്ത് ചെയ്യണം ഓഡിറ്റ് റിപ്പോർട്ടിൽ ഈ ഒരു അഗ്രീഡ് അപ്പോൺ റിപ്പോർട്ട് നമ്മൾ കൊടുക്കണം.
Then, compliance with the standards. The report must mention that the engagement was performed as per the standards on related service for the agreed upon procedure. അപ്പോൾ SRS 4400 പ്രകാരമാണ് നമ്മൾ ഈ ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം നമ്മൾ റിപ്പോർട്ടിൽ എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്യണം. ഈ ഒരു എൻഗേജ്മെൻറ്റ് നമ്മൾ പെർഫോം ചെയ്തിട്ടുള്ളത് SRS 4400 പ്രകാരമാണെന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മെൻഷൻ ചെയ്യണം. Then purpose of the engagement purpose. The report should clearly state the reason for conducting the agreed upon procedure. ഈ ഒരു agreed upon procedure ചെയ്യാനുള്ള റീസൺ നമ്മൾ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യണം. ദെൻ ലിസ്റ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് പെർഫോം. അപ്പോൾ നമ്മൾ പെർഫോം ചെയ്തിട്ടുള്ള പ്രൊസീജിയേഴ്സ് ലൈക്ക് ഇൻക്വയറി, അനാലിസിസ്, എക്സ്റ്റേണൽ കൺഫർമേഷൻ, ഒബ്സർവേഷൻ, ഇൻസ്പെക്ഷൻ നമ്മൾ പറഞ്ഞല്ലോ. സോ അങ്ങനെ നമ്മൾ പെർഫോം ചെയ്തിട്ടുള്ള എല്ലാ പ്രൊസീജിയേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം, ലിസ്റ്റ് ചെയ്യണം. ദ സ്പെസിഫിക് സ്റ്റെപ്സ് ഓർ ടെസ്റ്റ് പെർഫോംഡ് ബൈ ദ ഓഡിറ്റർ ഷുഡ് ബി ക്ലിയർലി ലിസ്റ്റഡ്. ദെൻ ഫാക്ച്വൽ ഫൈൻഡിങ്സ്. നമ്മൾ ഇത്രയും കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഫാക്ച്വൽ ഫൈൻഡിങ്സ് നമ്മൾ കണ്ടുപിടിച്ച കാര്യം അത് നമ്മൾ എന്ത് ചെയ്യുക, റിപ്പോർട്ട് ചെയ്യുക. ദ റിപ്പോർട്ട് ഷുഡ് ഇൻക്ലൂഡ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ എറർ ആൻഡ് എക്സെപ്ഷൻസ് ഫൗണ്ട് വിത്ത് സഫിഷ്യൻറ്റ് ഡീറ്റെയിൽസ്. Then, no assurance statement. The report must explicitly state that the procedures performed do not constitute an audit or review, that no assurance is provided. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വീണ്ടും പറയണം എന്ത്, ഈ ഒരു റിപ്പോർട്ട് എന്തല്ല, ഇതൊരു ഓഡിറ്റോ അല്ലെങ്കിൽ റിവ്യൂ അല്ല, ഇത് ജസ്റ്റ് നമ്മളൊരു ഫാക്ച്വൽ ഫൈൻഡിങ്സ് ആണ് കൊടുക്കുക എന്നുള്ള കാര്യം പറയണം. സോ നോ അഷുറൻസ് സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ ലിമിറ്റേഷൻസ് ഓഫ് പ്രൊസീജിയേഴ്സ്. നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയേഴ്സിൽ ലിമിറ്റേഷൻസ് ഉണ്ടാകും, ആ കാര്യം നമ്മൾ മെൻഷൻ ചെയ്യണം. The report should mention that if the auditor had performed additional procedures such as an audit, more matters could have been come to light. അപ്പോൾ നമ്മൾ പറയണം, നമ്മളിപ്പോൾ ഒരു ഓഡിറ്റാണ് ചെയ്തതെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു. സോ ആ ഒരു ലിമിറ്റേഷൻ നമ്മളിപ്പോൾ ചെയ്ത പ്രൊസീജിയേഴ്സിലുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ക്ലിയർ കട്ടായിട്ട് നമ്മൾ റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്യണം, ഒരു ഡിസ്ക്ലെയിമർ മാതിരി. ദെൻ റെസ്ട്രിക്ഷൻസ് ഓഫ് യൂസ്. നമ്മൾ പറഞ്ഞെന്ത്, ഓഡിറ്റ് റിപ്പോർട്ട് നമ്മൾ എന്ത് മെൻഷൻ ചെയ്യണം, ദ റിപ്പോർട്ട് മസ്റ്റ് സ്റ്റേറ്റ് ദാറ്റ് ഓൺലി ഫോർ ദോസ് പാർട്ടീസ് ഹു അഗ്രി ടു ദ പ്രൊസീജിയർ. അപ്പോൾ ഈ ഒരു പ്രൊസീജിയറിനോട് അഗ്രി ചെയ്തിട്ടുള്ള പാർട്ടീസിന് മാത്രമേ നമ്മളൊരു റിപ്പോർട്ട് കൊടുക്കുന്നുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്യണം. ദെൻ ലിമിറ്റഡ് സ്കോപ്പ് സ്റ്റേറ്റ്മെൻറ്റ്. ഇഫ് ആപ്ലിക്കബിൾ, ദ റിപ്പോർട്ട് ഷുഡ് ക്ലിയർലി ക്ലാരിഫൈ ദാറ്റ് ദ ഫൈൻഡിങ്സ് related only to the specific items, accounts or elements tested and do not extend to the entity's full financial statement. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പറയണം, നമ്മളോട് ആകെ ചെക്ക് ചെയ്യാൻ പറഞ്ഞത് ആകെ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഒരു എലമെൻറ്റ് മാത്രമാണ്, ഒന്നുകിൽ അക്കൗണ്ട് റിസീവബിളോ അക്കൗണ്ട് പേയബിളോ അക്കൗണ്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും എലമെൻറ്റ് മാത്രമാണ് ചെക്ക് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്ത് പറയണം, നമ്മളുടെ ഒരു ഫൈൻഡിങ്സ്, ആ ഒരു ഫാക്ച്വൽ ഫൈൻഡിങ്സ് ഈ ഒരു നമ്മളോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞ ആ സ്പെസിഫിക് ഐറ്റത്തിൻ്റെ മുകളിൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ആ സിംഗിൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മുകളിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഫുൾ സ്റ്റേറ്റ്മെൻറ്റ് ഫുൾ FSൻ്റെ മുകളിൽ നമ്മൾ ഒപ്പീനിയൻ കൊടുത്തിട്ട്, ഒപ്പീനിയൻ അല്ല, നമ്മൾ ആ ഒരു ഫൈൻഡിങ്സ് നമ്മൾ കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്യണം. ഓക്കെ. ദെൻ ഡേറ്റ് ഓഫ് ദ റിപ്പോർട്ട്. നമ്മൾ എന്താണ് റിപ്പോർട്ടിൽ ഡേറ്റ് കൊടുക്കണം. ദ റിപ്പോർട്ട് ഷുഡ് ഇൻക്ലൂഡ് ദ ഡേറ്റ് ഇറ്റ് വാസ് ഇഷ്യൂഡ്. അത് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ് നമ്മൾ കൊടുക്കണം. ദെൻ പ്ലേസ് ഓഫ് സിഗ്നേച്ചർ. ദ ലൊക്കേഷൻ വെർ ദ ഓഡിറ്റർ സൈൻസ് ദ റിപ്പോർട്ട് മസ്റ്റ് ബി മെൻഷൻഡ്. അതിനുശേഷം ഓഡിറ്റർ സിഗ്നേച്ചർ, ഓഡിറ്റർ എന്ത് ചെയ്യണം, സൈൻ ചെയ്യണം. ദ ഓഡിറ്റർ മസ്റ്റ് സൈൻ ദ റിപ്പോർട്ട് ടു ഓതൻറ്റിക്കേറ്റ് ഇറ്റ്. ഓക്കെ. എക്സാമ്പിൾ, ഇഫ് എൻ ഓഡിറ്റർ പെർഫോം അഗ്രീഡ് അപ്പോൺ പ്രൊസീജിയേഴ്സ് ഓൺ എ കമ്പനീസ് അക്കൗണ്ട്സ് പേയബിൾ. അപ്പോൾ അക്കൗണ്ട്സ് പേയബിൾസിന് വേണ്ടിയിട്ട് എന്താണ് ഒരു അഗ്രീഡ് അപ്പോൺ പ്രൊസീജിയർ ഒരു ഓഡിറ്റർ പെർഫോം ചെയ്തു. ദ ഓഡിറ്റർ വിൽ സ്പെസിഫൈ, എന്തൊക്കെ സ്പെസിഫൈ ചെയ്യണം, ദ പ്രൊസീജിയേഴ്സ് പെർഫോംഡ്, എന്തൊക്കെ പ്രൊസീജിയേഴ്സാണ് പെർഫോം ചെയ്തത്, സച്ച് ആസ് മാച്ചിങ് സപ്ലൈസ് ബാലൻസ് വിത്ത് ട്രയൽ ബാലൻസ്. പിന്നെ എന്ത് ചെയ്യണം, ഇനി ഡിഫറൻസ് ഫൗണ്ട്, എന്തെങ്കിലും ഡിഫറൻസ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഓഡിറ്റർ എന്ത് ചെയ്യണം, വിത്തൗട്ട് ഗിവിങ് എനി അഷുറൻസ് ഓൺ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ആ ഡിഫറൻസ് കൊടുക്കണം, ഒരു അഷുറൻസും കൊടുക്കണം, ഒരു ഒപ്പീനിയൻ ഒന്നും മെൻഷൻ ചെയ്യേണ്ട, എന്ത് ചെയ്യണം, ആ ഒരു ഡിഫറൻസ് നമ്മൾ മെൻഷൻ ചെയ്യണം. ദെൻ എ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ദ റിപ്പോർട്ട് ഈസ് ഓൺലി ഫോർ ദ കമ്പനി ആൻഡ് ഇൻറ്റൻഡ് യൂസർ. അപ്പോൾ ആ ഒരു കമ്പനിക്കും ഇൻറ്റൻഡ് യൂസേഴ്സിനും വേണ്ടി മാത്രമാണ് ആ റിപ്പോർട്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ഈ ഒരു എന്താണ് അഗ്രീഡ് അപ്പോൺ പ്രൊസീജിയർ എൻഗേജ്മെൻറ്റ് റിപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ. ദെൻ ഡോക്യുമെൻറ്റേഷൻ ആണ്. ദ ഓഡിറ്റർ മസ്റ്റ് പ്രോപ്പർലി ഡോക്യുമെൻറ്റ് ഓൾ ഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സ് റിലേറ്റഡ് ടു ദ എൻഗേജ്മെൻറ്റ് പ്രൊവൈഡ് എവിഡൻസ്. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ ഇമ്പോർട്ടൻ്റ് ആയുള്ള മാറ്റേഴ്സും എന്ത് ചെയ്യണം, ഓഡിറ്റർ ഡോക്യുമെൻറ്റ് ചെയ്യണം ഒരു എവിഡൻസിന് വേണ്ടിയിട്ട്. ദ റിപ്പോർട്ട് ഓഫ് ഫാക്ച്വൽ ഫൈൻഡിങ്സ് സപ്പോർട്ടഡ് ബൈ പ്രോപ്പർ എവിഡൻസ്. അപ്പോൾ നമ്മളൊരു ഫാക്ച്വൽ ഫൈൻഡിങ്സ് നമ്മൾ എന്ത് ചെയ്യണം, ഡോക്യുമെൻറ്റ് ചെയ്യണം അതിൻ്റെ പ്രോപ്പർ എവിഡൻസിൻ്റെ കൂടെ തന്നെ. ദ എൻഗേജ്മെൻറ്റ് വാസ് കണ്ടക്റ്റഡ് ആസ് പെർ SRS 4400 ആൻഡ് ദ അഗ്രീഡ് ടേംസ് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, ഡോക്യുമെൻറ്റ് ചെയ്യണം. Example, if an auditor checks sales invoice, they must keep a record of the invoice examined and the findings noted.
ഓക്കെ, അപ്പോൾ ഇതാണ് SRS 4400. നമ്മൾ ഇതുവരെ SA മാത്രമേ നമ്മൾ പഠിച്ചു വന്നിട്ടുള്ളൂ. അതിന് പുറമെ നമ്മളെന്താണ് ക്വാളിറ്റി കൺട്രോൾ സ്റ്റാൻഡേർഡ് നമ്മൾ നോക്കിയിട്ടുണ്ട്, SQC1. അത് നമ്മൾ ഇൻ്റർ മുതലേ നോക്കിയ ഒരു സ്റ്റാൻഡേർഡാണ്. സോ നമ്മൾ SA അല്ലാതെ അതേമാതിരി തന്നെ SQC അല്ലാതെ നമ്മൾ നോക്കുന്ന ഫസ്റ്റ് സ്റ്റാൻഡേർഡാണെന്ത് SRS 4400. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് അടുത്ത സ്റ്റാൻഡേർഡാണ്. അതാണ് SRS 4410 കമ്പൈലേഷൻ എൻഗേജ്മെൻറ്റ്സ്. ഓക്കെ, ഓക്കെ, സോ SRS 4410 compilation engagement. So SRS 4410 provides guidance on compilation engagement. അപ്പോൾ ഒരു കമ്പൈലേഷൻ എൻഗേജ്മെൻറ്റ് നമ്മൾ എന്താ നോക്കും, എന്താണെന്നുള്ള കാര്യം നോക്കും. അത് ചെയ്യാനുള്ളൊരു ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ്സ് ആണ് SRS 4410. where a practitioner helps management prepare and present historical financial informations without giving any assurance on the information. അപ്പോൾ എന്താ ചെയ്യുന്നത്, ഒരു പ്രാക്ടീഷണർ, നമ്മൾ ഓഡിറ്റർ എന്ന് പറയുന്നില്ല, ഒരു CA അല്ലെങ്കിൽ ഒരു പ്രാക്ടീഷണർ, അയാൾ എന്താ ചെയ്യുന്നത്, അയാൾ മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്, ഒരു ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് പ്രിപ്പയർ ചെയ്യാനും പ്രസൻറ്റ് ചെയ്യാനും അയാളത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അയാൾ എന്ത് ചെയ്യുന്നില്ല, ഈസ് നോട്ട് ഗിവിങ് എനി അഷ്വറൻസ് ഓൺ ദ ഇൻഫർമേഷൻ. ഈ പ്രിപ്പയർ ചെയ്യുന്ന ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷനെ കുറിച്ചിട്ട് ഒരു അഷ്വറൻസും അയാൾ ചെയ്യുന്നില്ല, വിത്തൗട്ട് ഗിവിങ് എനി അഷ്വറൻസ്. ദ സ്റ്റാൻഡേർഡ്സ് അപ്ലൈസ് മെയിൻലി ടു ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. ഈ ഒരു സ്റ്റാൻഡേർഡ് എന്താണ്, മെയിനായിട്ട് ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷനാണ് അപ്ലൈ ആവുന്നത്. ബട്ട് ക്യാൻ ബി അഡാപ്റ്റഡ് ഫോർ അതർ ഫിനാൻഷ്യൽ ഓർ നോൺ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. പക്ഷേ എന്താണ്, മറ്റ് ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ മാത്രമല്ല മറ്റ് ഫിനാൻഷ്യൽ അല്ലെങ്കിൽ നോൺ ഫിനാൻഷ്യൽ ഇൻഫർമേഷനും ഈ ഒരു സ്റ്റാൻഡേർഡ് എന്താണ് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, SQC1 ക്വാളിറ്റി കൺട്രോൾ സ്റ്റാൻഡേർഡ്, നമ്മൾ ചാപ്റ്റർ 1 നോക്കിയ സ്റ്റാൻഡേർഡ്, അപ്ലൈസ് ടു ഓൾ എൻഗേജ്മെൻറ്റ് സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ എല്ലാ എൻഗേജ്മെൻറ്റ് സ്റ്റാൻഡേർഡ്സിനും എന്താണ് SQC1 അപ്ലൈഡ് ആണ്, ഇൻക്ലൂഡിങ് SRS 4410. അപ്പോൾ SRS 4410 നമ്മൾ എന്താണ് SQC1 ഫോളോ ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മൾ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു 5 എലമെൻറ്റ്സ് ഒക്കെ പറയുന്നുണ്ട്, നമ്മൾ ഓൾറെഡി ചാപ്റ്റർ 1 ഇത് കവർ ചെയ്തതാണ്. സോ നിങ്ങൾ പോയി ചെക്ക് ചെയ്യുക, ചാപ്റ്റർ 1 വീഡിയോ യൂട്യൂബിലുണ്ട്. സോ അതിൽ പറയുന്നുണ്ട് SQC1 എന്താണെന്ന് വെച്ചാൽ. സോ അത് എല്ലാ സ്റ്റാൻഡേർഡ്സും കവർ ചെയ്യുന്നുണ്ട്. അതേമാതിരി തന്നെ SRS 4410 ഫോളോ ചെയ്യുന്നുണ്ട്. ദിസ് മീൻസ് ദാറ്റ് ദ ഫേം കണ്ടക്ടിങ് കമ്പൈലേഷൻ എൻഗേജ്മെൻറ്റ് മസ്റ്റ് ഫോളോ SQC1 റിക്വയർമെൻറ്റ്. അപ്പോൾ ഒരു കമ്പൈലേഷൻ എൻഗേജ്മെൻ്റ് ആണ് എൻ്റെ ഒരു ഫേം ചെയ്യുന്നതെങ്കിൽ അവരെന്ത് ചെയ്യണം, അവർ SQC1 ഫോളോ ചെയ്യണം. ഓക്കെ, ഒരു ഇൻഡിവിജ്വൽ ഓഡിറ്റർ ആണെങ്കിൽ എന്താണ് SQC1 ഫോളോ ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ SQC1 എന്തിനു മാത്രമേ ഉള്ളൂ, ഒരു ഫേം ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്ന ഒരു ഫേം ഫോളോ ചെയ്യേണ്ട ക്വാളിറ്റീസാണ് SQC1 പറയുന്നത്. സോ ഒരു ഫേം, ഒരു ഓഡിറ്റ് ഫേം അല്ലെങ്കിൽ ഒരു വട്ടെവർ സർവീസ്, ഏതെങ്കിലും സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഫേം, റിലേറ്റഡ് സർവീസ് ഒക്കെ അതിൽ പറയുന്നുണ്ട്, അഷുറൻസ് സർവീസും റിലേറ്റഡ് സർവീസൊക്കെ പറയുന്നുണ്ട്. സോ ഒരു ഫേം എന്താണ് ഈ ഒരു കമ്പൈലേഷൻ എൻഗേജ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ അവരെന്ത് ചെയ്യണം, SQC1 ഫോളോ ചെയ്യണം, അതിൻ്റെ റിക്വയർമെൻറ്റ്സ് ഫോളോ ചെയ്യണം. ഇനിയാണ് നമ്മൾ കാര്യത്തിലേക്ക് കടക്കുന്നത്. നമ്മൾ പറഞ്ഞ എന്താണ് SRS 4410 എന്താണ് കമ്പൈലേഷൻ എൻഗേജ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാക്ടീഷണറിന് ഗൈഡ് ലൈൻസ് കൊടുക്കുന്ന സ്റ്റാൻഡേർഡാണ് നമ്മൾ പറഞ്ഞു. എന്താണ് ഈ കമ്പൈലേഷൻ എൻഗേജ്മെൻറ്റ്? എ കമ്പൈലേഷൻ എൻഗേജ്മെൻറ്റ് ഈസ് വെൻ എ പ്രൊഫഷണൽ അക്കൗണ്ടൻറ്റ് യൂസസ് ദെയർ അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എക്സ്പെർട്ടൈസ് ടു ഹെൽപ്പ് മാനേജ്മെൻറ്റ് പ്രിപ്പയർ ആൻഡ് പ്രസൻറ്റ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഓഫ് എൻ എൻറ്റിറ്റി ആസ് പെർ ദ ആപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക്. ഇത്രയേ ഉള്ളൂ. എന്തേ പറഞ്ഞു, നമ്മൾ നേരത്തെ കുറച്ച് നമ്മൾ നോക്കിയതാണത്. എന്താ പറയുന്നത്, ഒരു പ്രൊഫഷണൽ അക്കൗണ്ടൻറ്റ് അയാളുടെ അക്കൗണ്ടിങ്ങും ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എക്സ്പീരിയൻസും എക്സ്പെർട്ടൈസും അയാൾ യൂസ് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ട്, മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തിനാണ്, ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് പ്രിപ്പയറും പ്രസൻറ്റും ചെയ്യാം. ഓക്കെ, ആസ് പെർ ആപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക്. സോ അതാണ് എന്ത് കമ്പൈലേഷൻ എൻഗേജ്മെൻറ്റ്. ഒരു ഓഡിറ്റർ അല്ലെങ്കിൽ ഒരു പ്രാക്ടീഷണർ എന്താണ് മാനേജ്മെൻറ്റിനെ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കാൻ നമ്മൾ സഹായിക്കുകയാണെങ്കിൽ ആ ഒരു സഹായിക്കുന്ന ആളെയാണ് എന്ത് പറയുക, ആ സഹായിക്കുന്ന പ്രൊസീജിയറിനാണ് എന്ത് പറയുക, കമ്പൈലേഷൻ എൻഗേജ്മെൻറ്റ് എന്ന് പറയാം. ദ പ്രാക്ടീഷണർ ഡസ് നോട്ട് പ്രൊവൈഡ് അഷുറൻസ് ഓൺ ദ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. ഇപ്പോൾ ഈ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഉണ്ടല്ലോ, അതിന് എന്ത് ചെയ്യില്ല, ഒരു അഷുറൻസ് എന്ത് ചെയ്യില്ല, അവർ കൊടുക്കില്ല.
അതിനെക്കുറിച്ചൊരു ഒപ്പീനിയൻ, നല്ലതാണോ ചീത്തയാണോ ഒപ്പീനിയൻ കൊടുക്കുക. അത് പ്രിപ്പയർ ചെയ്യാനും പ്രസൻറ്റ് ചെയ്യാനും മാത്രമേ ഹെൽപ്പ് ചെയ്യുള്ളൂ. എക്സാമ്പിൾ, എ കമ്പനീസ് മാനേജ്മെൻറ്റ് മേ ഹയർ ആൻ അക്കൗണ്ടൻറ്റ് ടു ഹെൽപ്പ് പ്രിപ്പയർ ഇറ്റ്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ഓൺ ദ റെക്കോർഡ്സ് ഇറ്റ് പ്രൊവൈഡ്. അപ്പോൾ അവർ തരുന്ന റെക്കോർഡ് പ്രകാരം ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു അക്കൗണ്ടൻറ്റിനെ മാനേജ്മെൻറ്റ് ഹയർ ചെയ്തു. ദ അക്കൗണ്ടൻറ്റ് ഓർഗനൈസസ് ദ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ബട്ട് ഡസ് നോട്ട് വെരിഫൈ ഇറ്റ്സ് ആക്യുറസി ഓർ എക്സ്പ്രസ് എൻ ഒപ്പീനിയൻ. അപ്പോൾ അക്കൗണ്ടൻറ്റ് ഇതേ ചെയ്യുന്നുള്ളൂ, ആ ഒരു ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് ഓർഗനൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുക. പക്ഷേ ആ ഒരു ഫിനാൻഷ്യൽ റെക്കോർഡ്സ് ഓർഗനൈസ് ചെയ്യുക. റെക്കോർഡ്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉള്ള റെക്കോർഡ്സ് ഓർഗനൈസ് ചെയ്തിട്ടൊരു ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ അവർ ഓർഗനൈസ് ചെയ്യാന്നല്ലാതെ അവരെന്ത് ചെയ്യുന്നില്ല, അതിൻ്റെ ഒരു ആക്യുറസിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു അഷുറൻസിനെ കുറിച്ചിട്ടോ ഒന്നൊരു ഒപ്പീനിയൻ കൊടുക്കുന്നില്ല. ഒബ്ജക്റ്റീവ്സ് ഓഫ് SRS 4410. എന്താണ് SRS 4410ൻ്റെ ഒബ്ജക്റ്റീവ്? ദ practitioner's objectives in a compilation engagements are use accounting and financial reporting expertise to assist the management in preparing and presenting financial information based on information provided. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, എന്ത് മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുക, എന്തിനു വേണ്ടിയിട്ട്, ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് പ്രിപ്പയർ ചെയ്യാനും പ്രസൻറ്റ് ചെയ്യാനും യൂസിങ് അവർ എക്സ്പെർട്ടൈസസ്. അക്കൗണ്ടിങ്ങും ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങും എക്സ്പെർട്ടൈസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ പ്രിപ്പയർ ചെയ്യുക. അതേമാതിരി രണ്ടാമത്തെ ചെയ്യേണ്ടത് റിപ്പോർട്ട് ഓൺ ദ എൻഗേജ്മെൻറ്റ് ആസ് പെർ ദ റിക്വയർമെൻറ്റ് ഓഫ് SRS 410. ഇപ്പോൾ SRS 4410 പ്രകാരം നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു എൻഗേജ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ എന്താണ് റിപ്പോർട്ടും കൊടുക്കുക. അതും എന്താണ് ഒരു പ്രാക്ടീഷണറിൻ്റെ ഒബ്ജക്റ്റീവാണ് ആസ് പെർ ദി സ്റ്റാൻഡേർഡ്. ദെൻ സ്കോപ്പ് ഓഫ് കമ്പൈലേഷൻ എൻഗേജ്മെൻറ്റ്. കമ്പൈലേഷൻ എൻഗേജ്മെൻറ്റിൻ്റെ സ്കോപ്പ് എന്താണ്? ദ സ്കോപ്പ് ഓഫ് കമ്പൈലേഷൻ എൻഗേജ്മെൻറ്റ് മേ വേരി ബട്ട് ഓൾവേസ് ഇൻവോൾവ് അസിസ്റ്റിംഗ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഇൻ പ്രിപ്പയറിംഗ് ആൻഡ് പ്രസൻറ്റിംഗ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ആസ് പെർ ദ അപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക്. അപ്പോൾ കമ്പൈലേഷൻ എൻഗേജ്മെൻറ്റ് സ്കോപ്പ് മാറിക്കൊണ്ടിരിക്കും. അതെന്താണ്, ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ട, ചില കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു കാര്യം മാറിക്കൊണ്ടിരിക്കും. പക്ഷേ നമ്മൾ മാനേജ്മെൻറ്റിന് എന്താണ്, ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ പ്രിപ്പയർ ചെയ്യാനും പ്രസൻറ്റ് ചെയ്യാനും അസിസ്റ്റ് ചെയ്യുന്നത് അതൊരിക്കലും മാറില്ല. ബട്ട് ഓൾവേസ് ഇൻവോൾവ്സ്, എപ്പോഴും ആ ഒരു സാധനം എന്താണ് ഇതിൻ്റെ സ്കോപ്പിലുണ്ടാവും. മാനേജ്മെൻറ്റ് മൈറ്റ് ഹാവ് ഓൾറെഡി പ്രിപ്പയർഡ് എ ഡ്രാഫ്റ്റ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ആൻഡ് ദ പ്രാക്ടീഷണർ ഹെൽപ്പ് ഫൈനലൈസ് ചെയ്ത്. അപ്പോൾ മാനേജറിന് ചിലപ്പോൾ എന്തായിരിക്കും ചെയ്യുക, ഒരു ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഓൾറെഡി അതിൻ്റെ ഡ്രാഫ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും, പക്ഷേ അത് ഫൈനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ എന്താണ് ഒരു പ്രാക്ടീഷണർ ഹെൽപ്പ് ചെയ്യുക. ദെൻ ദ പ്രാക്ടീഷണർ ഡസ് നോട്ട് ഓഡിറ്റ് ഓർ റിവ്യൂ ദ ഇൻഫർമേഷൻ ബട്ട് ഹെൽപ്സ് ഇൻ സ്ട്രക്ചറിങ് ഇറ്റ് കറക്റ്റ്ലി. ഓഡിറ്റർ എന്ത് ചെയ്യില്ല, ഒരു പ്രാക്ടീഷണർ എന്ത് ചെയ്യില്ല, അത് ഓഡിറ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അത് റിവ്യൂ ഒന്നും ചെയ്യുന്നില്ല. അവരെന്തേ ചെയ്യുന്നുള്ളൂ, അവർ ആ ഒരു ഇൻഫർമേഷൻ സ്ട്രക്ചർഡായിട്ട് കറക്റ്റായ രീതിയിൽ സ്ട്രക്ചറിങ് ആണ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പറഞ്ഞ എന്താണ്, മാനേജ്മെൻറ്റ് ചിലപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഡ്രാഫ്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യും, അത് ഫൈനലൈസ് ചെയ്യുന്നത് മാത്രമായിരിക്കും ഒരു പ്രാക്ടീഷണറിൻ്റെ ഡ്യൂട്ടി എന്നുള്ള കാര്യം. നമ്മൾ സ്കോപ്പായിട്ട് പറഞ്ഞു, ചില സിറ്റുവേഷൻ എന്താണ്, ഈ ഡ്രാഫ്റ്റായിട്ട് സാധനം ഉണ്ടാവില്ല. ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ മൊത്തം ഫുള്ളായിട്ട് തന്നെ ഫ്രം ബിഗിനിങ് തന്നെ എന്തായിരിക്കും ഒരു പ്രാക്ടീഷണർ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഉണ്ടാക്കേണ്ടി വരും. പക്ഷേ ചിലപ്പം ഒരു ഡ്രാഫ്റ്റ് ആയിട്ടായിരിക്കും, പക്ഷേ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഫൈനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. സോ അതാണ് ഇവിടെ പറഞ്ഞത്, എന്തൊക്കെയാണെങ്കിൽ സ്കോപ്പ് മാറിക്കൊണ്ടിരിക്കും, പക്ഷേ എന്താണ് അസിസ്റ്റിംഗ് മാനേജ്മെൻറ്റ് ഇൻ പ്രിപ്പയറിംഗ് ആൻഡ് പ്രസൻറ്റിംഗ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ, ആ കാര്യം മാറില്ല. ദെൻ മാനേജ്മെൻറ്റ് റിമെയിൻസ് റെസ്പോൺസിബിൾ ഫോർ ദ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. നമ്മളാണ് ഒരു പ്രാക്ടീഷണറാണ് ഉണ്ടാക്കുന്നതെങ്കിൽ പോലും ആ ഒരു ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്, മാനേജ്മെൻറ്റാണ്. ഇൻക്ലൂഡിംഗ് സെലക്ഷൻ ഓഫ് അക്കൗണ്ടിംഗ് പോളിസി ആൻഡ് മേക്കിംഗ് എസ്റ്റിമേറ്റ്സ് വെർ അപ്നീറ്റഡ്. അപ്പോൾ ഒരു അക്കൗണ്ടിംഗ് പോളിസീൻ്റെ സെലക്ഷനും അതേമാതിരി തന്നെ എസ്റ്റിമേറ്റ്സ് ഒക്കെ അതൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ഒരു മാനേജ്മെൻറ്റ് തന്നെ റെസ്പോൺസിബിലിറ്റിയാണ്. അതൊന്നും ആർക്കും മാറൂല. Then the different financial reporting framework may be used from simple entity specific accounting to full financial reporting standard. അപ്പോൾ എന്താണ്, ഡിഫറെൻറ്റ് രീതിയിലുള്ള ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് യൂസ് ചെയ്യും ഈ ഒരു ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഉണ്ടാക്കുന്ന സമയത്ത്. ഫ്രം എ സിമ്പിൾ എൻറ്റിറ്റി സ്പെസിഫിക് അക്കൗണ്ടിംഗ് ടു എ ഫുൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. The choice of financial reporting framework depends on the nature of the entity and the intended users of the information. അപ്പോൾ ഈ ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് നമ്മൾ ചൂസ് ചെയ്യുന്നത് അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുക വെച്ചാൽ, ഒന്ന് എൻറ്റിറ്റീൻ്റെ നേച്ചർ, അതേമാതിരി തന്നെ ഇൻറ്റൻറ്റഡ് യൂസേഴ്സിൻ്റെയും നേച്ചർ. ഈ രണ്ട് കാര്യത്തിൻ്റെയും ബേസിലായിരിക്കും നമ്മൾ ഈ ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് നമ്മൾ ചൂസ് ചെയ്യുക. എക്സാമ്പിൾ, എ സ്മോൾ ബിസിനസ് മേ യൂസ് എ ക്യാഷ് ബേസ്ഡ് അക്കൗണ്ടിംഗ് ഫ്രെയിംവർക്ക് വെർ ആസ് എ ലിസ്റ്റഡ് കമ്പനി മേ ഫോളോ ഇൻഡേസ് ഓർ IFRS. അപ്പോൾ
ഒരു സ്മോൾ കമ്പനി ആണെങ്കിൽ അവരെന്താണ് അവരൊരു ക്യാഷ് ബേസ് ആയിരിക്കും അവർ യൂസ് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ഒരു വലിയ കമ്പനി, ഒരു ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ അവരെന്ത് ചെയ്യണം, അവർ ഇൻഡേസ് അല്ലെങ്കിൽ IFRS, ഗ്യാപ്പ് അല്ലെങ്കിൽ IFRS അവർ ഫോളോ ചെയ്യണം. സോറി, ലിസ്റ്റഡ് ആണെങ്കിൽ എന്തായാലും അവർ ഗ്യാപ്പല്ല, ഇൻഡേസ് ആണ് അവർ ഫോളോ ചെയ്യേണ്ടത്. ദ അക്കൗണ്ടൻറ്റ് ഹെൽപ്സ് കമ്പൈൽ ദ ഇൻഫർമേഷൻ ഇൻ റിക്വയർഡ് ഫോർമാറ്റ്. അപ്പോൾ അക്കൗണ്ടൻറ്റ് എന്താ ചെയ്യുന്നത്, ആ ഒരു ഇൻഫർമേഷൻ കമ്പൈൽ ചെയ്യാൻ, നമുക്ക് ആവശ്യമുള്ള ഫോർമാറ്റിലേക്ക് ആ ഒരു ഇൻഫർമേഷൻ കമ്പൈൽ ചെയ്യാനാണ് അക്കൗണ്ടൻറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ അതിനാണ് ഇതിൻ്റെ കമ്പൈലേഷൻ എൻഗേജ്മെൻറ്റ് എന്ന് പറയാം. കുറേ ഡാറ്റാസ് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. അത് ഓർഗനൈസ് ചെയ്തിട്ട് എന്താണ് ഒരു ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ആക്കി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആക്കി മാറ്റുക. അതിനാണ് മാനേജ്മെൻറ്റ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഇതിനെ കമ്പൈലേഷൻ എൻഗേജ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. Ethical requirement. The practitioner must follow ethical requirement as per Code of Ethics of ICA. അപ്പോൾ ICAൻ്റെ കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറയുന്നത് ഈ ഒരു കേസിലും ഈ ഒരു എൻഗേജ്മെൻറ്റിലും ആര് ഫോളോ ചെയ്യണം, പ്രാക്ടീഷണർ ഫോളോ ചെയ്യണം. SRS 4400 മാത്രമല്ല, SRS 4410 ഫോളോ ചെയ്യണം. ദിസ് ഇൻക്ലൂഡ്സ് ഐഡൻറ്റിഫൈയിങ് ആൻഡ് അഡ്രസ്സിങ് ത്രെറ്റ് ടു എത്തിക്കൽ കംപ്ലയൻസ്. അപ്പോൾ എത്തിക്കൽ കംപ്ലയൻസ് എന്തെങ്കിലും ത്രെറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു ത്രെറ്റ് ഐഡൻറ്റിഫൈ ചെയ്യണം, അഡ്രസ്സും ചെയ്യണം. ദെൻ നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ എത്തിക്സ് വരുന്നത്, കോഡ് ഓഫ് എത്തിക്സിൽ വരുന്ന കാര്യങ്ങൾ ഒന്ന് ഇൻറ്റഗ്രിറ്റി, ഒബ്ജക്റ്റിവിറ്റി, പ്രൊഫഷണൽ കോമ്പീറ്റൻസ്. ഈ 3 കാര്യങ്ങൾ എന്താണ് എൻഷുർ ചെയ്യണം. സിൻസ് എ കമ്പൈലേഷൻ എൻഗേജ്മെൻറ്റ് ഈസ് നോട്ട് ആൻ അഷുറൻസ് എൻഗേജ്മെൻറ്റ്, ദ പ്രാക്ടീഷണർ ഡസ് നോട്ട് നീഡ് ടു ബി ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ ഇതൊരു അഷുറൻസ് എൻഗേജ്മെൻറ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ എന്താവേണ്ട ആവശ്യമില്ല, ഇൻഡിപെൻഡൻ്റ് ആവേണ്ട ആവശ്യമില്ല പ്രാക്ടീഷണർ. നമ്മളെ SRS 4400 തന്നെ. However, law or regulation may require specific disclosures if the practitioner is not independent. അപ്പോൾ പ്രാക്ടീഷണർ ഇൻഡിപെൻഡൻ്റ് അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ലോയും റെഗുലേഷൻസും എന്ത് പറയുന്നുണ്ട്, ചില സ്പെസിഫിക് ആയിട്ട് ഡിസ്ക്ലോഷേഴ്സ് കൊടുക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. Example, if a company's accountant also owns shares in the company, they may need to disclose this relationship in the compilation report if law requires. അപ്പോൾ എന്താണ്, ഒരു അക്കൗണ്ടൻറ്റ് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ വന്ന അക്കൗണ്ടൻ്റ് ആണ്, ആ കമ്പനീൻ്റെ ഷെയർസ് എന്താണ് അയാൾ ചെയ്യുന്നുണ്ട്. ആ ഒരു ഡിസ്ക്ലോഷർ ഒരു ലോ പറയുകയാണെങ്കിൽ, എന്ന് വെച്ചാൽ നിയമം പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്ലോസ് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കമ്പൈലേഷൻ റിപ്പോർട്ടിലേക്ക് നമ്മൾ ആ ഒരു റിലേഷൻഷിപ്പ് ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. എൻഗേജ്മെൻറ്റ്, അക്സെപ്റ്റൻസ് ആൻഡ് കണ്ടിന്യൂൻസ്. A practitioner must not accept a compilation engagement unless they agreed on the engagement terms with the management and the engaging party if different. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു കമ്പൈലേഷൻ എഗ്രിമെൻറ്റ് എപ്പോഴേ ഒരു പ്രാക്ടീഷണർ എഗ്രി ചെയ്യാൻ പാടുള്ളൂ, അക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ, ആ ഒരു എൻഗേജ്മെൻറ്റ് ടേംസ് മാനേജ്മെൻറ്റുമായിട്ട് അഗ്രി ചെയ്യുന്നെങ്കിൽ, നമ്മളുടെ ഒരു എൻഗേജ്മെൻറ്റ് ടേംസ് എന്താണ് മാനേജ്മെൻറ്റ് അഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ കമ്പൈലേഷൻ എൻഗേജ്മെൻറ്റ് പ്രാക്ടീഷണർ അക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഈ മാനേജ്മെൻറ്റ് ചിലപ്പോൾ മാറും, അല്ലെങ്കിൽ വേറൊരു പാർട്ടിയാവും. നമ്മൾ ആരാണോ നമ്മളെ അപ്പോയിൻ്റ് ചെയ്യുന്നത് അവരെ. ദ ടേം മസ്റ്റ് ഇൻക്ലൂഡ്. അപ്പോൾ എന്തൊക്കെ ടേംസ് ഉണ്ടാവുക എന്ന് വെച്ചാൽ, ദ ഇൻറ്റൻറ്റഡ് യൂസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ആൻഡ് എനി റെസ്ട്രിക്ഷൻസ് ഓൺ ഇറ്റ്സ് യൂസ് ഓർ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഈ ഒരു ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ അത് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ എല്ലാവരും യൂസ് ചെയ്യാൻ പാടില്ല. അതിൽ ചില റെസ്ട്രിക്ഷൻസ് വേണമെങ്കിൽ വെക്കാൻ പറ്റും. സോ ഇതൊരു നമ്മളുടെ ഒരു എൻഗേജ്മെൻറ്റ് ടേമാണ്. നമുക്കതൊരു എൻഗേജ്മെൻറ്റ് ടേം ആക്കാൻ പറ്റും. കാരണം നമ്മൾ പറയുകയാണ് എല്ലാവർക്കും ഒന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് പറയാം. ദെൻ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് ടു ബി യൂസ്ഡ്. അപ്പോൾ എന്ത് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം, അത് നമ്മൾ മെൻഷൻ ചെയ്യണം. ദെൻ ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ് ഓഫ് ദ കമ്പൈലേഷൻ എൻഗേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവും സ്കോപ്പും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ എൻഗേജ്മെൻറ്റ് ടേമിൽ നമ്മൾ മെൻഷൻ ചെയ്യണം. ദെൻ പ്രാക്ടീഷണേഴ്സ് റെസ്പോൺസിബിലിറ്റി ഇൻക്ലൂഡിങ് കംപ്ലയൻസ് വിത്ത് എത്തിക്കൽ റിക്വയർമെൻറ്റ്. അപ്പോൾ പ്രാക്ടീഷണറിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, നമ്മൾ പറഞ്ഞു എന്താണ് എത്തിക്കൽ റിക്വയർമെൻറ്റ്സ് കംപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞു. സോ ആ ഒരു കംപ്ലയൻസും കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു പ്രാക്ടീഷണറിൻ്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. ദെൻ മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഏതിൽ കാണിക്കണം, നമ്മുടെ എൻഗേജ്മെൻറ്റ് ടേംസ് നമ്മൾ കാണിക്കണം. എന്തൊക്കെയാണ് മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റീസ്? പ്രൊവൈഡിങ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ടു ദ പ്രാക്ടീഷണർ. അപ്പോൾ പ്രാക്ടീഷണർ എന്താണ് ആവശ്യമുള്ള ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യണം, അത് എന്താണ് മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റിയാണ്. ദെൻ ഡിസൈനിങ്, ഇംപ്ലിമെൻറ്റിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ഇൻറ്റേർണൽ കൺട്രോൾ നെസറി ടു എൻഷുർ ദ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഈസ് ഫ്രീ ഫ്രം മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമുക്ക് അവർ തരുന്ന ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എന്താണ്, അത് മെറ്റീരിയൽ മിസ്റ്റേക്കിൽ നിന്നും ഫ്രീ ആണെന്നുള്ള കാര്യം ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട്, അത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്
ആവശ്യമുള്ള നെസസറി ആയിട്ടുള്ള ഇൻറ്റേർണൽ കൺട്രോൾസ് അവർ ഇംപ്ലിമെൻറ്റും ചെയ്യണം, അത് മെയിൻറ്റെയിനും ചെയ്യണം. അതും ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മൾ നോർമൽ ഓഡിറ്റ് കേസിൽ ഒരു അഷുറൻസ് എൻഗേജ്മെൻറ്റിൽ മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യലും, FS പ്രിപ്പയർ ചെയ്യലും, പിന്നെ രണ്ടാമത് പറഞ്ഞിട്ടുള്ള ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും മെയിൻ്റെനൻസുമാണ്. സോ ഇവിടെ ആകെ എന്ത് മാറ്റേ വരുന്നുള്ളൂ? നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്ന ആരാണ്? പ്രാക്ടീഷണറാണ്. അതിന് വേണ്ടിയുള്ള ഇൻഫർമേഷൻസ് കൊടുക്കേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റിയാണ്. Then ensuring the accuracy and completeness of the record, document and explanation provided. അപ്പോൾ അവർ നമുക്ക് തന്നിട്ടുള്ള FS ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഉണ്ടാക്കാൻ തന്നിട്ടുള്ള റെക്കോർഡിൻ്റെയും ഡോക്യുമെൻറ്റിൻ്റെയും അതേമാതിരി തന്നെ എക്സ്പ്ലനേഷൻസിൻ്റെയൊക്കെ കംപ്ലീറ്റ്നെസ്സും ആക്യുറസിയും അത് എൻഷുർ ചെയ്യുന്നതും കൂടി ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റിയാണ്. Then making judgments in the financial reporting with possible assistance from the practitioner. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് എസ്റ്റിമേഷൻ നമുക്കറിയാം, ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷനിൽ എന്തുണ്ടാവും? എസ്റ്റിമേഷൻസ് ഉണ്ടാവും. സോ ആ എസ്റ്റിമേഷൻസ് എന്ന് വെച്ചാൽ ആ ഒരു ജഡ്ജ്മെൻറ്റ്സിന് എന്ത് വേണം? അത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് നമുക്ക് പ്രാക്ടീഷണറുടെ വർക്ക് എന്ത് ചെയ്യാം? ഒരു അസിസ്റ്റൻസ് അത് അതിന് വേണ്ടി വാങ്ങാം, ഒരു ഒപ്പീനിയൻ ചോദിക്കാൻ വേണ്ടി വാങ്ങാം. പക്ഷേ അത് റെസ്പോൺസിബിലിറ്റി ആരതാണ്? മാനേജ്മെൻറ്റിൻ്റെയാണ്. ദെൻ എക്സ്പെക്റ്റഡ് ഫോം ആൻഡ് കണ്ടൻറ്റ് ഓഫ് ദ പ്രാക്ടീഷണേഴ്സ് റിപ്പോർട്ട്. അപ്പോൾ പ്രാക്ടീഷണർ കൊടുക്കാൻ പോകുന്ന റിപ്പോർട്ട്, കംപ്ലയൻസ് എൻഗേജ്മെൻറ്റിനെ കുറിച്ച് പ്രാക്ടീഷണർ കൊടുക്കാൻ പോകുന്ന റിപ്പോർട്ടിൻ്റെ ഒരു ഫോമും കണ്ടൻറ്റും എന്താണ്? ഒരു എൻഗേജ്മെൻറ്റ് ടേമിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട മാറ്ററാണ്. ദ എഗ്രീഡ് എൻഗേജ്മെൻറ്റ് ടേം മസ്റ്റ് ബി റെക്കോർഡഡ് ഇൻ ദ എൻഗേജ്മെൻറ്റ് ലെറ്റർ ഓർ എ റിട്ടൺ എഗ്രിമെൻറ്റ് ബിഫോർ വർക്ക് ബിഗിൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു എൻഗേജ്മെൻറ്റ് ടേം നമ്മൾ എഗ്രി ചെയ്തിട്ടുള്ള മാനേജ്മെൻറ്റും പ്രാക്ടീഷണറും എഗ്രി ചെയ്തിട്ടുള്ള ഈ എൻഗേജ്മെൻറ്റ് ടേംസ് എന്ത് ചെയ്യണം? അത് എൻഗേജ്മെൻറ്റ് ലെറ്ററിൽ റെക്കോർഡ് ചെയ്യണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റിട്ടേൺ എഗ്രിമെൻറ്റിൽ അത് റെക്കോർഡ് ചെയ്ത് വെക്കണം. എന്തിന്? വർക്ക് സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പ്. ഫോർ റിക്കറിംഗ് എൻഗേജ്മെൻറ്റ്സ് ദ പ്രാക്ടീഷണർ ഷുഡ് ചെക്ക് ഇഫ് ദർ ആർ ചേഞ്ചസ് ഇൻ ദ സർക്കംസ്റ്റാൻസസ് ദാറ്റ് റിക്വയർ റിവൈസിങ് ദ എൻഗേജ്മെൻറ്റ് ടേംസ് ഓർ റിമൈൻഡിങ് മാനേജ്മെൻറ്റ് ഓഫ് ദ എക്സിസ്റ്റിംഗ് ടേംസ്. അപ്പോൾ നമ്മൾ റിക്കറിംഗ് എൻഗേജ്മെൻ്റ് ആണ്, നമ്മളൊരു കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഒരു എൻഗേജ്മെൻറ്റ് ആണെങ്കിൽ പ്രാക്ടീഷണർ എന്ത് ചെയ്യണം? നമുക്കറിയാം, ഒരു റിക്കറിംഗ് എൻഗേജ്മെൻറ്റ് നമ്മളിപ്പോൾ ഓഡിറ്റ് തന്നെ നമ്മൾ SA 210 പ്രകാരം എന്താണ്? നമ്മളിപ്പോൾ ഒരു എഗ്രിയിങ് ദ ഓഡിറ്റ് എൻഗേജ്മെൻറ്റിൽ നമ്മളൊരു റിക്കറിംഗ് ഓഡിറ്റ് ആണെങ്കിൽ, എൻഗേജ്മെൻറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എല്ലാ ഇയറും നമ്മൾ എൻഗേജ്മെൻറ്റ് ലെറ്റർ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ആ ഒരു ടേംസ് എന്താണ് അവർക്കും നമുക്കും അറിയാൻ പറ്റും. പക്ഷേ എന്തെങ്കിലും ഒരു മേജറായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഓഡിറ്റർ എന്ത് ചെയ്യുക? ഒരു പുതിയ എൻഗേജ്മെൻറ്റ് ലെറ്റർ പ്രൊവൈഡ് ചെയ്യുക. അതേമാതിരി തന്നെയാണ് ഇവിടെയും പറഞ്ഞത്. ഈ ഒരു റിക്കറിംഗ് എൻഗേജ്മെൻറ്റ് ആണെങ്കിൽ പ്രാക്ടീഷണർ ചെക്ക് ചെയ്യണം എന്തെങ്കിലും ഒരു സർക്കംസ്റ്റാൻസിൽ മാറ്റം വന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ നമ്മുടെ എൻഗേജ്മെൻറ്റ് ടേം റിവൈസ് ചെയ്യാൻ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്താണ് മാനേജ്മെൻറ്റ് ഒരു റിമൈൻഡർ കൊടുക്കാൻ, നമ്മൾ ഓൾറെഡി ഉള്ള ടേംസിൽ ഒരു റിമൈൻഡർ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം പ്രാക്ടീഷണർ ചെക്ക് ചെയ്യണം. എക്സാമ്പിൾ, ഇഫ് എ കമ്പനി ഹയർസ് ആൻ അക്കൗണ്ടൻറ്റ് ആനുവലി ഫോർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി എന്താണ് ഒരു പ്രാക്ടീഷണറിനെ അല്ലെങ്കിൽ ഒരു അക്കൗണ്ടൻറ്റിനെ കമ്പനി എന്താണ് എല്ലാ കൊല്ലം വിളിക്കും. പ്രിപ്പറേഷൻ, ദ എൻഗേജ്മെൻറ്റ് ലെറ്റർ ഷുഡ് ബി റിവ്യൂഡ് ഈച്ച് ഇയർ ടു എൻഷുർ നോ ചേഞ്ചസ് ആർ റിക്വയർഡ്. അപ്പോൾ എൻഗേജ്മെൻറ്റ് ലെറ്റർ വായിക്കണം എല്ലാ ഇയറും, ഒരു മാറ്റം ഇല്ല എന്നുള്ള കാര്യം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട്. Then next, performing engagement. The practitioner must understand the certain key aspects of the entity before starting the compilation. അപ്പോൾ പ്രാക്ടീഷണർ എന്ത് മനസ്സിലാക്കണം? എൻറ്റിറ്റീൻ്റെ കീ ആസ്പെക്റ്റുകൾ മനസ്സിലാക്കണം പ്രാക്ടീഷണർ. അവർ കമ്പൈലേഷൻ, അവരുടെ വർക്ക് എൻഗേജ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എൻറ്റിറ്റീൻ്റെ കീ ആസ്പെക്റ്റുകൾ അവർ മനസ്സിലാക്കിയിരിക്കണം. ദ എൻറ്റിറ്റീസ് ബിസിനസ് ആൻഡ് ഓപ്പറേഷൻ എന്ന് വെച്ചാൽ ഏതൊക്കെയാണ് ആസ്പെക്റ്റുകൾ എന്ന് വെച്ചാൽ എൻറ്റിറ്റി ഇൻക്ലൂഡിങ് എന്ന് വെച്ചാൽ എന്തൊക്കെയാണ് ഈ കീ ആസ്പെക്റ്റുകൾ, അതാണ് താഴെ പറയുന്നത്. ഫസ്റ്റ് എന്ന് വെച്ചാൽ എൻറ്റിറ്റീൻ്റെ ബിസിനസ് ആൻഡ് ഓപ്പറേഷൻ ഇൻക്ലൂഡിങ് അക്കൗണ്ടിങ് സിസ്റ്റം ആൻഡ് റെക്കോർഡ്സ്. ദെൻ ദ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് ആൻഡ് ഹൗ ഇറ്റ് അപ്ലൈസ് ടു ദ എൻറ്റിറ്റീസ് ഇൻഡസ്ട്രി. അപ്പോൾ എൻറ്റിറ്റി യൂസ് ചെയ്യുന്ന ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് FRF എന്താണ്, അതേമാതിരി തന്നെ എൻറ്റിറ്റി വർക്ക് ചെയ്യുന്ന ആ എൻറ്റിറ്റി ഓപ്പറേറ്റ് ചെയ്യുന്ന ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണ് ഈ ഒരു FRF അപ്ലൈ ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി എന്താണ് ഈ ഒരു പ്രാക്ടീഷണർ മനസ്സിലാക്കണം. സോ ഇതാണ് ഫസ്റ്റത്തെ രണ്ട് കീ ആസ്പെക്റ്റുകൾ. ഒന്ന് വെച്ചാൽ എൻറ്റിറ്റിൻ്റെ ബിസിനസ്സും അതേമാതിരി തന്നെ ഓപ്പറേഷനും ഇൻക്ലൂഡിങ് അക്കൗണ്ടിങ് സിസ്റ്റം ആൻഡ് റെക്കോർഡ്സ്. രണ്ടാമത്തെ വെച്ചാൽ FRF ആണ്. അതേമാതിരി തന്നെ എൻറ്റിറ്റി വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണ് ഈ FRF ഓപ്പറേറ്റ് ചെയ്തത്, അപ്ലൈ ചെയ്യുന്നത്. Then the practitioner compiles the financial information using records, documents and explanation provided by the management. അപ്പോൾ പ്രാക്ടീഷണർ എങ്ങനെയാ ചെയ്യുക? മാനേജ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള റെക്കോർഡ്, ഡോക്യുമെൻറ്റ് ആൻഡ് എക്സ്പ്ലനേഷൻസ് വെച്ചിട്ടാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക. ദെൻ
മൂന്നാമത്തെ ആസ്പെക്ട് എന്ന് വെച്ചാൽ സിഗ്നിഫിക്കൻറ്റ് ജഡ്ജ്മെൻറ്റ് യൂസ്ഡ് ഇൻ പ്രിപ്പയറിംഗ് ദ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഷുഡ് ബി ഡിസ്കസ്ഡ് വിത്ത് ദ മാനേജ്മെൻറ്റ് ഓർ വിത്ത് TCWG. അപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ജഡ്ജ്മെൻറ്റ്സ് ലൈക്ക് എസ്റ്റിമേഷൻ, നമ്മുടെ എസ്റ്റിമേറ്റ്സ് നമ്മൾ FSൽ ഉണ്ടാവും. സോ ആ എസ്റ്റിമേറ്റ്സിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മാനേജ്മെൻറ്റായിട്ടും അതേമാതിരി തന്നെ TCWG ആയിട്ടും നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്കസ് ചെയ്തിരിക്കണം. Then before completing the engagement, the practitioner must review the compiled financial information in the context of their understanding of the business and financial reporting framework. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് ഒരു പ്രാക്ടീഷണർ മനസ്സിലാക്കാനുള്ളത്. ഒന്ന് വെച്ചാൽ എന്താണ്, ആ ഒരു ബിസിനസ്സിനെ കുറിച്ചിട്ടും ബിസിനസ്സും അതിൻ്റെ ഓപ്പറേഷനെ കുറിച്ചിട്ടും, രണ്ടാമത്തത് അവരുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്കിനെ കുറിച്ചിട്ടും. അപ്പോൾ ഈ ഒരു FS ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഒരു പ്രാക്ടീഷണർ ഉണ്ടാക്കി കഴിഞ്ഞാൽ, ബിഫോർ കംപ്ലീറ്റിംഗ് ദ എൻഗേജ്മെൻറ്റ്, ആ എൻഗേജ്മെൻറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കമ്പൈൽഡ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ റിവ്യൂ ചെയ്യണം. എന്നിട്ട് നമ്മൾ നോക്കണം, നമ്മൾ മനസ്സിലാക്കിയുള്ള അതേ ഒരു ബിസിനസ്സും അതേ ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്കുമാണ് ഈ ഒരു ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു സാധനത്തിനും വന്നിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ എന്താണ്, നമ്മൾ സ്വയം നമ്മളുടെ വർക്കിനെ നമ്മൾ സ്വയം ഒന്ന് റിവ്യൂ ചെയ്യണം. ഓക്കെ. Then, if the practitioner finds issue with the information provided by the management, they must. അപ്പോൾ ഒരു പ്രാക്ടീഷണർ എന്താണ്, അവർ മാനേജ്മെൻറ്റ് നമുക്ക് തന്നിട്ടുള്ള പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷനിൽ ചില പ്രശ്നങ്ങൾ കണ്ടുപിടിച്ച്, അങ്ങനെയാണെങ്കിൽ അവർ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇൻഫോം മാനേജ്മെൻറ്റ് അബൌട്ട് എനി മിസ്സിംഗ്, ഇൻകറക്റ്റ് ഓർ ഇൻആഡിക്വേറ്റ് ഇൻഫർമേഷൻ ആൻഡ് റിക്വസ്റ്റ് നെസറി കറക്ഷൻ. അപ്പോൾ മാനേജ്മെൻറ്റ് തന്ന ഇൻഫർമേഷൻ ചില എന്തെങ്കിലും മിസ്സിംഗ് ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇൻകറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് ചില ഇൻആഡിക്വേറ്റ് ഇൻഫർമേഷൻ ആണെങ്കിൽ അത് മാറ്റിത്തരാൻ, അത് നെസറി കറക്ഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മാനേജ്മെൻറ്റ് അടുത്ത് ഇൻഫോം ചെയ്യണം, അത് റിക്വസ്റ്റും ചെയ്യണം. ദെൻ ഇഫ് മാനേജ്മെൻറ്റ് ഫെയിൽസ് ടു പ്രൊവൈഡ് ദ റിക്വയർഡ് ഇൻഫർമേഷൻ, പക്ഷേ മാനേജ്മെൻറ്റ് എന്താണ് പിന്നെയും ആ ഒരു ഇൻഫർമേഷൻ നമുക്ക് തന്നില്ല, ദ പ്രാക്ടീഷണർ മസ്റ്റ് വിഡ്രോ ഫ്രം ദ എൻഗേജ്മെൻറ്റ്. എന്ത് ചെയ്യണം, നമ്മൾ അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം നമുക്ക് വേണ്ട ഇൻഫർമേഷൻ തന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു ഇൻഫർമേഷൻ നമുക്ക് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. സോ അത് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു എൻഗേജ്മെൻറ്റ് നമ്മൾ വിഡ്രോ ചെയ്യണം. ആൻഡ് നോട്ടിഫൈ മാനേജ്മെൻറ്റ് ആൻഡ് ഗവർണൻസ് അബൌട്ട് ദ വിഡ്രോവൽ റീസൺ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മാനേജ്മെൻറ്റ് അടുത്തും അതേമാതിരി തന്നെ ഗവർണൻസ് TCWG അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, വിഡ്രോ ചെയ്യാനുള്ള കാരണം നമ്മൾ നോട്ടിഫൈ ചെയ്യണം. Then if the practitioner finds that the compiled financial information does not properly refers the described applicable financial reporting framework and requires amendments to avoid material misstatement and is misleading in any way. അപ്പോൾ എന്താണ്, നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കമ്പൈൽഡ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ റിവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. സോ അങ്ങനെ നമ്മളെ വർക്ക് നമ്മൾ റിവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞു. സോ അങ്ങനെ റിവ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് മനസ്സിലായി, ഈ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ കമ്പൈൽഡ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എന്തല്ല, നമ്മളുടെ അപ്ലിക്കബിൾ, ആ ഒരു എൻറ്റിറ്റീൻ്റെ അപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്കിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ അല്ല. ഡസ് നോട്ട് പ്രോപ്പർലി റിഫർ ടു ഓർ ഡിസ്ക്രൈബ്, അത് പ്രോപ്പറായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ എന്താണ്, അതിന് അമെൻമെൻറ്റിൻ്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അതിന് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്സ് അതിലുണ്ട്. സോ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്സ് അവോയ്ഡ് ചെയ്യാൻ അതിന് അമെൻമെൻറ്റിൻ്റെ ആവശ്യമുണ്ട്. അല്ലെങ്കിൽ എന്താണ്, അത് മിസ്ലീഡിംഗ് ആണ്. സോ ഇതിലേതെങ്കിലും ഒരു കാരണം കൊണ്ട് എന്താണ്, നമ്മളുടെ കമ്പൈൽഡ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ നമ്മൾ പ്രോപ്പർ അല്ല നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ, ആഫ്റ്റർ വി ആർ ഡൺ അവർ റിവ്യൂ, നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ദ പ്രാക്ടീഷണർ മസ്റ്റ് പ്രപ്പോസ് അപ്രോപ്രിയേറ്റ് അമെൻമെൻറ്റ്സ് ടു ദ മാനേജ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ എന്താണ്, കുറച്ച് മാറ്റങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മാനേജ്മെൻറ്റ് അടുത്ത് നമ്മൾ കറക്റ്റായ രീതിയിൽ പറയണം, നമ്മൾ പ്രപ്പോസ് ചെയ്യണം. സോ നമുക്ക് തോന്നുകയാണ് FRF കറക്റ്റ് അല്ലാന്ന് തോന്നി, പിന്നെ എന്താണ് അതിൽ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്, അതുകൊണ്ട് അമെൻമെൻറ്റ് വേണം നമുക്ക് തോന്നി, പിന്നെ എന്താണ് അത് മിസ്ലീഡിംഗ് ആണെന്ന് തോന്നി. സോ ഈ 3 കാര്യങ്ങൾ നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയണം, നമ്മൾ മാനേജ്മെൻറ്റ് അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പ്രപ്പോസ് ചെയ്യണം, എന്ത് അമെൻമെൻറ്റ് വേണം എന്നുള്ള കാര്യം നമ്മൾ പ്രപ്പോസ് ചെയ്യണം. ദെൻ ഇഫ് മാനേജ്മെൻറ്റ് റിഫ്യൂസ് ടു മേക്ക് കറക്ഷൻ, അപ്പോൾ മാനേജ്മെൻറ്റ് പറഞ്ഞു എന്ത്, ഈ ഒരു കറക്ഷൻസ് വേണം എന്നുള്ള കാര്യം മാനേജ്മെൻറ്റിനോട് പറഞ്ഞു. അപ്പോൾ മാനേജ്മെൻറ്റ് പറഞ്ഞു അത് പറ്റില്ല, അത് ചെയ്യേണ്ട ആവശ്യമില്ല, അത് റിഫ്യൂസ് ചെയ്ത് അവർ റിഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ദ പ്രാക്ടീഷണർ മസ്റ്റ് വിഡ്രോ ഫ്രം ദ എൻഗേജ്മെൻറ്റ് ആൻഡ് നോട്ടിഫൈ ദ മാനേജ്മെൻറ്റ് ആൻഡ് ഗവർണൻസ്. നമ്മൾ എന്ത് ചെയ്യണം, എൻഗേജ്മെൻറ്റ് നമ്മൾ വിഡ്രോ ചെയ്യണം, അതേമാതിരി തന്നെ മാനേജ്മെൻറ്റ് അടുത്തും അതേമാതിരി തന്നെ ഗവർണൻസ് അടുത്തും നമ്മൾ നോട്ടിഫൈ ചെയ്യണം. ദെൻ ഇഫ് വിഡ്രോവൽ ഇസ് നോട്ട് പോസിബിൾ, പക്ഷേ വിഡ്രോ ചെയ്യാൻ പറ്റില്ല, അപ്പോൾ എന്ത് ചെയ്യണം, ദ പ്രാക്ടീഷണർ മസ്റ്റ് ഡിറ്റർമൈൻ ദ ലീഗൽ ആൻഡ് പ്രൊഫഷണൽ റെസ്പോൺസിബിലിറ്റീസ് ഇൻ ദ സിറ്റുവേഷൻ. അപ്പോൾ എന്താണോ അവരുടെ ലീഗലും പ്രൊഫഷണലും ഉള്ള റെസ്പോൺസിബിലിറ്റി ഈ ഒരു സിറ്റുവേഷനിൽ, അത് അവർ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ബിഹേവ് ചെയ്യണം. ഓക്കെ. ഫൈനലി ദ പ്രാക്ടീഷണർ മസ്റ്റ് ഒബ്റ്റെയിൻ an acknowledgement from the management or governance confirming that they take responsibility for the final version of the compiled financial information. പിന്നെ ലാസ്റ്റ് ഫൈനലായിട്ട് എന്ത് ചെയ്യണം, ഒരു പ്രാക്ടീഷണർ
മാനേജ്മെൻ്റ് അടുത്തും അല്ലെങ്കിൽ നമ്മുടെ TCW അടുത്തും എന്ത് വാങ്ങണം, ഒരു കൺഫർമേഷൻ വാങ്ങണം. എന്തിനെക്കുറിച്ചിട്ട്? ഈ ഒരു ഫൈനൽ വെർഷൻ ഓഫ് ദ കമ്പൈൽഡ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്, നമ്മളുടേതല്ല എന്നുള്ളൊരു കൺഫർമേഷൻ നമ്മൾ മാനേജ്മെൻ്റ് അടുത്തും അല്ലെങ്കിൽ TCW അടുത്തും നമ്മൾ എന്ത് ചെയ്യണം, വാങ്ങണം. സോ ഒബ്റ്റെയിൻ അക്നോളജ്മെൻറ്റ് ഫ്രം മാനേജ്മെൻറ്റ് ഓർ TCWG. Example, if a company refused to correct a major mistake in a financial statement, the accountant must withdraw from the engagement. Accountant withdraw ചെയ്യണം and inform management. ഇൻഫോം ചെയ്യണം. അല്ലെങ്കിൽ ഈ വിഡ്രോവൽ എന്താണ്, ഇമ്പോസിബിൾ ആണ്, ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അക്കൗണ്ടൻറ്റ് ഷുഡ് ചെക്ക് ദെയർ ലീഗൽ ഒബ്ലിഗേഷൻ അണ്ടർ ദ പ്രൊഫഷണൽ റെഗുലേഷൻസ്. Communication with management and governance. The practitioner must communicate with management or TCWG on timely basis during the compilation engagement. അപ്പോൾ കമ്പൈലേഷൻ എൻഗേജ്മെൻറ്റ് സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഓരോ പ്രോപ്പർ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം, മാനേജ്മെൻറ്റ് അടുത്തും അതേമാതിരി തന്നെ നമ്മൾ TCWG അടുത്ത് പോയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നമ്മളെന്ന് വെച്ചാൽ പ്രാക്ടീഷണർ. എനി മാറ്റർ ദാറ്റ് ആർ ഇമ്പോർട്ടൻറ്റ് ഇനഫ് ടു നീഡ് മാനേജ്മെൻറ്റ്സ് അറ്റൻഷൻ മസ്റ്റ് ബി ഡിസ്കസ്ഡ്. അപ്പോൾ മാനേജ്മെൻറ്റ് അറ്റൻഷൻ വേണം എന്ന് നമുക്ക് തോന്നുന്ന എന്തെങ്കിലും മാറ്റർ ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഡിസ്കസ് തന്നെ ചെയ്യണം. Example, if an accountant notices error in the records, they must inform management and discuss correction before completing the compilation. അപ്പോൾ അവർ നമ്മൾ മാനേജ്മെൻറ്റ് നമുക്ക് തന്ന റെക്കോർഡിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ എറർ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മാനേജ്മെൻറ്റ് അടുത്ത് അപ്പോൾ പ്രോപ്പർ രീതിയിൽ തന്നെ ആ ടൈംലി ബേസ് നമ്മൾ എന്ത് ചെയ്യണം, അത് ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പറയണം, റിക്വസ്റ്റ് ചെയ്യണം. ദെൻ നമ്മൾ ഇത്രയും നേരം പറഞ്ഞെന്താണ്, നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു SRS 4410 പ്രകാരം 2 റെസ്പോൺസിബിലിറ്റിയാണ് ആർക്കുള്ളത്, ഒരു പ്രാക്ടീഷണറിനുള്ളത്, ഒരു അക്കൗണ്ടൻറ്റിനുള്ളത്. എന്തൊക്കെയാണ്? ഒന്ന് വെച്ചാൽ മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുക, എന്തിനു വേണ്ടിയിട്ട്, ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് പ്രിപ്പയർ ചെയ്യാനും പ്രസൻറ്റ് ചെയ്യാനും ആസ് പെർ അപ്ലിക്കബിൾ FRF. രണ്ടാമത്താണെന്ത്, ഒരു പ്രാക്ടീഷണർ എന്ത് ചെയ്യുക, ആ ഉണ്ടാക്കിയിട്ടുള്ള കമ്പൈൽഡ് ഫിനാൻഷ്യൽ ഇൻഫർമേഷനെ കുറിച്ചിട്ട് ഒരു റിപ്പോർട്ട് കൊടുക്കുക. സോ അതാണ് ഇവിടെ പറഞ്ഞത്, പ്രാക്ടീഷണേഴ്സ് റിപ്പോർട്ട്. ദ പ്രാക്ടീഷണേഴ്സ് റിപ്പോർട്ട് ഈസ് മെൻറ്റ് ടു എക്സ്പ്ലെയിൻ ദ നേച്ചർ ഓഫ് ദ കമ്പൈലേഷൻ എൻഗേജ്മെൻറ്റ് ആൻഡ് ദ പ്രാക്ടീഷണേഴ്സ് റോൾ. അപ്പോൾ പ്രാക്ടീഷണർ എന്തിനാണ് ഈ റിപ്പോർട്ട് കൊടുക്കുന്നത്? ഒന്ന് വെച്ചാൽ ആ കമ്പൈലേഷൻ എൻഗേജ്മെൻറ്റിൻ്റെ ആ ഒരു നേച്ചർ എക്സ്പ്ലെയിൻ ചെയ്യാനും അതേമാതിരി തന്നെ അയാളുടെ റോള്, പ്രാക്ടീഷണറുടെ റോള് എക്സ്പ്ലെയിൻ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രാക്ടീഷണർ റിപ്പോർട്ട് ഉണ്ടാക്കുന്നത്. The report does not give an opinion or assurance on the financial information. ഈ റിപ്പോർട്ടിൽ എന്ത് കൊടുക്കുന്നില്ല, ഒരു ഒപ്പീനിയനോ അല്ലെങ്കിൽ ഒരു അഷുറൻസോ ഒന്നും കൊടുക്കുന്നില്ല. റിക്വയർഡ് എലമെൻറ്റ്സ് ഓഫ് ദ റിപ്പോർട്ട്. അപ്പോൾ ഈ ഒരു റിപ്പോർട്ടിൻ്റെ റിക്വയർഡ് എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ടൈറ്റിൽ, നമുക്കറിയാം ടൈറ്റിൽ, പിന്നെ രണ്ടാമത്തെ അഡ്രസ്സ്, ദെൻ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ദ പ്രാക്ടീഷണർ ഹാസ് കമ്പൈൽഡ് ദ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ യൂസിങ് ഡാറ്റ പ്രൊവൈഡ് ബൈ ദ മാനേജ്മെൻറ്റ്. അപ്പോൾ മാനേജ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തുള്ള ഡാറ്റയിൽ നിന്നാണ് നമ്മളൊരു ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ കമ്പൈൽ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം എന്ത് ചെയ്യണം, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കണം. മൂന്നാമതായിട്ട് ദെൻ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ മാനേജ്മെൻറ്റ്സ് റെസ്പോൺസിബിലിറ്റി. ഇപ്പോൾ മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്? 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന് വെച്ചാൽ 2 കാര്യങ്ങളല്ല, അതിനെക്കാട്ടും കൂടുതലുണ്ട്. ഫസ്റ്റ് എന്താണ്, നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. രണ്ടാമത്തെ വെച്ചാൽ ഇൻറ്റേർണൽ കൺട്രോൾസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, ഇതാക്കുക, മെയിൻറ്റെയിൻ ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? തരുന്ന ഇൻഫർമേഷൻസിൻ്റെ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതെന്ത് ചെയ്യുക, അത് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക നമ്മുടെ റിപ്പോർട്ടിൽ, ഇൻക്ലൂഡിങ് പ്രൊവൈഡിങ് ആക്യുറേറ്റ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. ദെൻ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് യൂസ്. അപ്പോൾ നമ്മൾ എന്ത് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്കാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം, ഐദർ IFRS or GAAP. Then details of the financial information including titles of statement and the period covered. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. ലൈക്ക് ടൈറ്റിൽസ്, ലൈക്ക് ബാലൻസ് ഷീറ്റാണോ ഉണ്ടാക്കുന്നത്, P&L ആണോ അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണോ, അതേമാതിരി തന്നെ ഏത് പീരീഡാണ് അത് കവർ ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി നമ്മൾ എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്യണം. ദെൻ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പ്രാക്ടീഷണേഴ്സ് റെസ്പോൺസിബിലിറ്റി. ലാസ്റ്റ് നമ്മളത് കൊടുക്കണം, പ്രാക്ടീഷണറിൻ്റെ റെസ്പോൺസിബിലിറ്റി കൊടുക്കണം. സ്റ്റേറ്റിംഗ് ദാറ്റ് ദ എൻഗേജ്മെൻറ്റ് ഫോളോ SRS 4410 ആൻഡ് എത്തിക്കൽ റിക്വയർമെൻറ്റ്. അപ്പോൾ നമ്മൾ ഈ എൻഗേജ്മെൻറ്റ് എന്തിൻ്റെയൊക്കെ ബേസിലാണ് ചെയ്തിട്ടുള്ളത്? ഒന്ന് വെച്ചാൽ SRS 4410 ബേസിലും അതേമാതിരി തന്നെ എത്തിക്കൽ റിക്വയർമെൻറ്റ് ബേസിലും. അതിന് പുറമെ നമ്മൾ എന്തിൻ്റെ കൂടി ചെയ്യുന്നതിൻ്റെ ബേസിലാണ് ചെയ്യുന്നത്? SQC 1 ബേസിലും കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു എൻഗേജ്മെൻറ്റ് നമ്മൾ പെർഫോം ചെയ്യുന്നത്. ദെൻ എക്സ്പ്ലനേഷൻ ഓഫ് ദ കമ്പൈലേഷൻ പ്രോസസ്.
അപ്പോൾ നമ്മളൊരു കമ്പൈലേഷൻ പ്രോസസ്സിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ റിപ്പോർട്ടിൽ കൊടുക്കണം. സ്റ്റേറ്റിംഗ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ആൻ ഓഡിറ്റ് ഓർ റിവ്യൂ, ഓഡിറ്റ് അല്ല, അതേപോലെ തന്നെ റിവ്യൂ അല്ല എന്നുള്ള കാര്യം പറയണം. സോ ദ പ്രാക്ടീഷണർ ഡസ് നോട്ട് ചെക്ക് ദ ആക്യുറസി ഓഫ് ദ മാനേജ്മെൻറ്റ്സ് ഇൻഫർമേഷൻ, അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ്റെ ആക്യുറസി നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യത്തിനൊരു ഡിസ്ക്ലെയിമർ മാറി തന്നെ നമ്മൾ എന്ത് പറയണം, ഇതൊരു ഓഡിറ്റോ അല്ലെങ്കിൽ റിവ്യൂ അല്ല എന്നുള്ള കാര്യം നമ്മൾ പറയണം. രണ്ടാമത്തെ പറഞ്ഞു വെച്ചാൽ ദ പ്രാക്ടീഷണർ ഡസ് നോട്ട് എക്സ്പ്രസ് എൻ ഓഡിറ്റ് ഒപ്പീനിയൻ വെദർ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഫോളോ ദ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, FRF ഫോളോ, ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് ഫോളോ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ട് ഒരു ഒപ്പീനിയൻ കൊടുക്കുന്നില്ല, നോട്ട് എക്സ്പ്രസിങ് എൻ ഒപ്പീനിയൻ എന്നുള്ള കാര്യം കൂടി നമ്മൾ മെൻഷൻ ചെയ്യണം. ദെൻ ഇഫ് എ സ്പെഷ്യൽ പർപ്പസ് ഫ്രെയിംവർക്ക് ഈസ് യൂസ്ഡ്, ഒരു സ്പെഷ്യൽ പർപ്പസ് ഫ്രെയിംവർക്കാണ് യൂസ് ചെയ്യുന്നത് ആസ് പെർ SA 800. അപ്പോൾ ആസ് പെർ SA 800 പ്രകാരമാണ് നമ്മൾ FS ഉണ്ടാക്കിയുള്ളത്. എന്ന് വെച്ചാൽ സ്പെഷ്യൽ പർപ്പസ് ഫ്രെയിംവർക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ഉണ്ടാക്കിയുള്ളത്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കിയുള്ളത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, ഡിസ്ക്രൈബ് ദ പർപ്പസ് ഓഫ് ദ സ്പെഷ്യൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ആൻഡ് ഇൻറ്റൻഡ് യൂസർ. അപ്പോൾ അതിൻ്റെ ഒരു സ്പെഷ്യൽ പർപ്പസും അതേപോലെ തന്നെ അതിൻ്റെ ഇൻറ്റൻഡ് യൂസേഴ്സിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മെൻഷൻ ചെയ്യണം. ദെൻ വാണ്ട് ദ റീഡേഴ്സ് ദാറ്റ് ദ സ്പെഷ്യൽ ഫ്രെയിംവർക്ക് മേ നോട്ട് ബി സ്യൂട്ടബിൾ ഫോർ അതർ പർപ്പസ്. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ പർപ്പസ് എന്താണ്, മറ്റുള്ള പർപ്പസിന് സ്യൂട്ടബിൾ അല്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ എന്ത് ചെയ്യണം, ആ റീഡേഴ്സിന് ഒരു വാണിംഗ് മാറ്റി നമ്മൾ കൊടുക്കണം, ഒരു അലേർട്ട് മാറ്റി നമ്മൾ കൊടുക്കണം. അതിനുശേഷം നമ്മൾ റിപ്പോർട്ടിൽ വേണ്ട കാര്യമാണെന്ത്, ഡേറ്റ് ഓഫ് ദ റിപ്പോർട്ട്, പ്രാക്ടീഷണർ സിഗ്നേച്ചർ ആൻഡ് പ്ലേസ് ഓഫ് സിഗ്നേച്ചർ. ഓക്കെ. എക്സാമ്പിൾ, ഇഫ് എൻ അക്കൗണ്ടന്റ് പ്രിപ്പയർസ് എ റിപ്പോർട്ട് ഫോർ എ കമ്പനീസ് യൂസിങ് എ സ്പെഷ്യൽ ഫിനാൻഷ്യൽ ഫ്രെയിംവർക്ക് ഫോർ ടാക്സ് പർപ്പസ്, ദ റിപ്പോർട്ട് മസ്റ്റ് വാണ്ട് ദ യൂസേഴ്സ് ദാറ്റ് ഇറ്റ് മേ നോട്ട് ബി യൂസ്ഫുൾ ഫോർ ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ടാക്സ് പർപ്പസിന് വേണ്ടി ഒരു FS ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൻ്റെ ഒരു പ്രാക്ടീസ് റിപ്പോർട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പറയണം ഇത് ടാക്സ് പർപ്പസിനുള്ള റിപ്പോർട്ടാണ്, അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിന് അത് എന്ത് ചെയ്യാൻ പറ്റില്ല, യൂസ്ഫുൾ അല്ല എന്നുള്ള കാര്യം നമ്മൾ പറയണം. Then engagement level quality control. The engagement partner must ensure the quality of compilation engagement. അപ്പോൾ നമ്മൾ SQC1 നമ്മൾ ഫസ്റ്റേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, SQC1 എന്താണ് ഇത് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം, കമ്പാലേഷൻ എൻഗേജ്മെൻറ്റ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം എന്താണ്, എൻഗേജ്മെൻറ്റ് പാർട്ണർ എൻഷുർ ചെയ്യണം. ദേ ആർ റെസ്പോൺസിബിൾ ഫോർ എൻഷുറിങ് ക്വാളിറ്റി ഓഫ് എവറി എൻഗേജ്മെൻറ്റ് ദേ ഹാൻഡിൽ. അപ്പോൾ അവരെ ഹാൻഡിൽ ചെയ്യുന്ന എല്ലാ എൻഗേജ്മെൻറ്റിൻ്റെയും ക്വാളിറ്റി ആരെ റെസ്പോൺസിബിലിറ്റിയാണ്, എൻഗേജ്മെൻറ്റ് പാർട്ണർ ഓർ പ്രാക്ടീഷണറുടെയാണ്. They must ensure that the engagement follows the firm's quality control policies and procedures. അപ്പോൾ SQC1 പ്രകാരമുള്ള ഫേം ഫോളോ ചെയ്യേണ്ട ക്വാളിറ്റി കൺട്രോൾ പോളിസീസും പ്രൊസീജിയേഴ്സും എന്താണ്, എൻഗേജ്മെൻറ്റും ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം എന്താണ്, പ്രാക്ടീഷണർ എൻഷുർ ചെയ്യണം, അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ് പാർട്ണർ എൻഷുർ ചെയ്യണം. എക്സാമ്പിൾ, എ സീനിയർ അക്കൗണ്ടൻറ്റ് എന്ന് വെച്ചാൽ എൻഗേജ്മെൻറ്റ് പാർട്ണർ മസ്റ്റ് ചെക്ക് ദാറ്റ് ദ കമ്പൈലേഷൻ ഫോളോസ് ദ ഗൈഡ് ലൈൻസ് ബിഫോർ ഫൈനലൈസിങ് ദ റിപ്പോർട്ട്. ദെൻ ഡോക്യുമെൻറ്റേഷൻ ആണ് SRS 4410 പ്രകാരമുള്ള ഡോക്യുമെൻറ്റേഷൻ. ദ പ്രാക്ടീഷണർ മസ്റ്റ് കീപ് പ്രോപ്പർ ഡോക്യുമെൻറ്റേഷൻ ഓഫ് ദ കമ്പൈലേഷൻ എൻഗേജ്മെൻറ്റ്. അപ്പോൾ കമ്പൈലേഷൻ എൻഗേജ്മെൻറ്റിന് പ്രോപ്പർ ഡോക്യുമെൻറ്റേഷൻ എന്ത് ചെയ്യണം, പ്രാക്ടീഷണർ കീപ്പ് ചെയ്യണം. ഇൻക്ലൂഡിങ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് വെച്ചാൽ, ഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സ് ദാറ്റ് അറോസ് ഡ്യൂറിങ് ദ കമ്പൈലേഷൻ ആൻഡ് ഹൗ ദേ വർ ഹാൻഡിൽ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ കമ്പൈൽ ചെയ്യുമ്പോൾ നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ളത്, ആ കാര്യങ്ങളും അതേമാതിരി തന്നെ അതെങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്, ഈ കാര്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്യണം. ദെൻ എ റെക്കോർഡ് ഓഫ് ഹൗ ദ കമ്പൈൽഡ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ മാച്ചസ് ദ ഒറിജിനൽ റെക്കോർഡ്സ് ആൻഡ് എക്സ്പ്ലനേഷൻസ് പ്രൊവൈഡ് ബൈ ദ മാനേജ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു കമ്പൈൽഡ് ഫിനാൻഷ്യൽ ഇൻഫർമേഷനും അതേമാതിരി തന്നെ നമുക്കത് ഉണ്ടാക്കാൻ വേണ്ടി തന്നിട്ടുള്ള ഒറിജിനൽ റെക്കോർഡ്സും എക്സ്പ്ലനേഷനും എങ്ങനെയാണ് മാച്ച് ആവുന്നത് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, ഡോക്യുമെൻറ്റ് ചെയ്യണം. സോ അതിൻ്റെ ഒരു എവിഡൻസ് വരെ നമ്മൾ ഡോക്യുമെൻറ്റ് ചെയ്ത് വെക്കണം. എ കോപ്പി ഓഫ് ദ ഫൈനൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ദ പ്രാക്ടീഷണേഴ്സ് റിപ്പോർട്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയുള്ള അതിൻ്റെ ഒരു ഫൈനൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും അതേമാതിരി തന്നെ പ്രാക്ടീഷണർ റിപ്പോർട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഒരു കോപ്പി നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കണം. ദെൻ അഡീഷണൽ ഡോക്യുമെൻറ്റ്സ് ദ പ്രാക്ടീഷണർ മേ ഇൻക്ലൂഡ്. അപ്പോൾ എന്തൊക്കെ അഡീഷണൽ ഡോക്യുമെൻറ്റ്സ് ആണ് പ്രാക്ടീഷണേഴ്സ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, ട്രയൽ ബാലൻസ് ഓഫ് ദ കമ്പനീൻ്റെ ട്രയൽ ബാലൻസ് നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കണം. ദെൻ സമ്മറി ഓഫ് സിഗ്നിഫിക്കൻറ്റ് അക്കൗണ്ടിങ് റെക്കോർഡ്സ്, സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് റെക്കോർഡ്സിൻ്റെ സമ്മറി. ദെൻ എനി അതർ ഇൻഫർമേഷൻ യൂസ്ഡ് ഫോർ ദ കമ്പൈലേഷൻ. അപ്പോൾ കമ്പൈലേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തില്ല ബാക്കി എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ. സോ ഈ 3 കാര്യങ്ങൾ കൂടി നമ്മൾ അഡീഷണൽ ആയിട്ട് നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. എന്തൊക്കെയാണെന്ന്, ട്രയൽ ബാലൻസ് ഓഫ് ദ കമ്പനി,
summary of the significant accounting record, then any other information used for the compilation. Okay. Example, if an accountant prepares financial statement for a business, they must keep a copy of the final report. ആ ഫൈനൽ റിപ്പോർട്ട് എന്താ അതിൻ്റെ കോപ്പി നമ്മൾ കീപ്പ് ചെയ്യണം. അതേമാതിരി തന്നെ സപ്പോർട്ടിംഗ് റെക്കോർഡ് അതും കീപ്പ് ചെയ്യണം. ആൻഡ് എനി ഇമ്പോർട്ടൻറ്റ് നോട്ട്സ് ഫ്രം ദ മാനേജ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണെന്ത് നമ്മൾ 2 സ്റ്റാൻഡേർഡ് നമ്മൾ പറഞ്ഞത്. SRS 4400 പിന്നെ SRS 4410 നമ്മൾ പറഞ്ഞു. ഇതിൽ നമ്മൾ നോക്കിയ ടോപ്പിക്കാണെന്ത് അഗ്രീഡ് അപ്പോൺ പ്രൊസീജിയർ എൻഗേജ്മെൻറ്റ്. അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. നമ്മൾ ഇതിലെന്താ നോക്കിയിട്ടുള്ളത്, നമ്മൾ ഇതിൽ കമ്പൈലേഷൻ എൻഗേജ്മെൻറ്റ് ഇതാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. സോ ഇതാണ് ചാപ്റ്റർ 9. സോ ചാപ്റ്റർ 9ലുള്ള എല്ലാ ടോപ്പിക്കും 2 സ്റ്റാൻഡേർഡ്സ് ആയിക്കോട്ടെ ബാക്കി എല്ലാ ടോപ്പിക്കും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. സോ നമുക്കിനി നെക്സ്റ്റ് നോക്കാനുള്ള ചാപ്റ്ററാണ് ചാപ്റ്റർ 10. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചാപ്റ്റർ 10 നമുക്ക് നോക്കാം. സോ താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.